എല്ലാവർക്കും നമസ്കാരം. ഇന്ന് IFPHന്റെ തുടർന്ന് വരുന്ന മലയാളം വെബിനാറിന്റെ 1813 ദിവസമാണ് ഇന്ന്. ഇന്നത്തെ മലയാളം സെഷനിൽ നമുക്ക് ഒരു ക്ലാസ് ആണ്. ഇന്ന് ക്ലാസ് എടുക്കുവാനായി നമ്മോടൊപ്പം അതിഥിയായി എത്തുന്നത് ഡോക്ടർ മഷൂദ് ആണ്. അദ്ദേഹം ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെന്റിൽ നിന്നും മെഡിക്കൽ ഓഫീസറായി റിട്ടയർ ചെയ്ത വ്യക്തിയാണ്. അദ്ദേഹത്തിന് കൃഷിയും ഹോമിയോപ്പതിയും ഇഷ്ടമുള്ള വിഷയമാണ്. ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കുവാനായി എത്തിയിരിക്കുന്നത് നമുക്ക് ക്ലാസ് എടുക്കുന്ന വിഷയം പച്ചക്കറികളിലുള്ള സൂക്ഷ്മ ധാതുക്കളെ കുറിച്ചുള്ള ക്ലാസ് ആണ് നമുക്ക് ഇന്ന് സാർ എടുക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ കേൾക്കുന്നതിന് വേണ്ടി സൂം പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും സ്നേഹപൂർവ്വം ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നല്ല ഒരു ക്ലാസ് എടുക്കുവാനായി നമുക്ക് തുടർച്ചയായിട്ട് ഒത്തിരി ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട് ഡോക്ടർ മഷൂദ്. ഇന്ന് നല്ലൊരു ക്ലാസ് പ്രതീക്ഷിച്ചുകൊണ്ട് ആദരപൂർവ്വം ഡോക്ടറെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥനയോടുകൂടി നമുക്ക് ക്ലാസ് ആരംഭിക്കും. നമുക്ക് തുടങ്ങാം ഡോക്ടർ. ഡോക്ടറെ, അതിനു മുമ്പ് ഒരു മിനിറ്റ്, റോയ് തോമസിനെ ഒന്ന് ഹോസ്റ്റ് ആക്കണേ. റോയ് തോമസ് സ്ക്രീൻ ഷെയർ ചെയ്യും. റോയ് തോമസ് ചെയ്യും. എന്തായാലും ഒരു മിനിറ്റ് പറഞ്ഞാല് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. എല്ലാവരുടെയും ശ്രദ്ധയ്ക്കായിട്ട് ഒരു കാര്യം കൂടി പറയാണ്. സെപ്റ്റംബർ 28 നമ്മുടെ സൂമിന്റെ 5 വർഷം പൂർത്തിയാകുന്നതിന്റെ ആഘോഷ പരിപാടിയാണ്. നിങ്ങൾ എല്ലാവരും ഉടൻ തന്നെ എത്രയും വേഗത്തിൽ തന്നെ, ഇനി രജിസ്റ്റർ ചെയ്യാത്തവർ എത്രയും വേഗത്തിൽ രജിസ്റ്റർ ചെയ്യുക. അതുപോലെ തന്നെ രജിസ്റ്റർ ചെയ്ത് 3000 രൂപ ഡെലിഗേറ്റ് ഫീ അടച്ച ശേഷം നമ്മുടെ വെബ്സൈറ്റിൽ കയറി നിങ്ങളുടെ സീറ്റ് കൂടെ ഉറപ്പുവരുത്തി രജിസ്റ്റർ ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ്. ഒട്ടും വൈകാതെ തന്നെ എല്ലാവരും രജിസ്റ്റർ ചെയ്യുക. നമുക്ക് നമ്മുടെ സെപ്റ്റംബർ 28 പരിപാടി ഒരു വൻ വിജയമാക്കാൻ നിങ്ങളെ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. ഡോക്ടറെ ക്ലാസ് തുടങ്ങാം. ഓക്കെ. IFPHൽ ഇന്ന് സന്നിഹിതരായിരിക്കുന്ന എല്ലാ ബഹുമാന്യ വ്യക്തികൾക്കും പ്രിയപ്പെട്ട ഡോക്ടേഴ്സിനും ബഹുമാന്യരായ എൻ്റെ അധ്യാപകർക്കും സ്നേഹം നിറഞ്ഞ നല്ല നമസ്കാരം. ത്തോടുകൂടി ഞാൻ ഈ ക്ലാസ് തുടങ്ങട്ടെ. ഇതിൽ കുറച്ച് പേരിങ്ങനെ എൻ്റർ ചെയ്യുമ്പോൾ ഇതിനകത്ത് അഡ്മിറ്റ് എന്ന് വരുന്നുണ്ട്. അത് കുഴപ്പമില്ല സാറേ, ഞാൻ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ക്ലാസ് ഈ പച്ചക്കറികളിൽ കണ്ട സൂക്ഷ്മധാതുക്കളുടെ 2ാമത്തെ ഭാഗമാണ്. ആദ്യം ഞാനൊരു ക്ലാസ് കുറച്ച് ദിവസത്തിന് മുമ്പ് എടുത്തിരുന്നു. അപ്പോൾ ഇതൊന്ന് സ്ലൈഡ് ഷെയർ ചെയ്യുന്ന ആള് ആ ഒരു 41ാമത്തെ അല്ലെങ്കിൽ ഒരു 39-40 വരണം. ആ പിക്ചർ അതിലൊരു ടൊമാറ്റോയുടെ ഇതുണ്ട്. നമ്മൾ ആ ടൊമാറ്റോ വരെ അന്ന് ഡോക്ടർ ആയിരുന്നു അതിന് നമുക്ക് സ്പോൺസർ വന്നതും. അപ്പോൾ അതൊന്ന് നോക്കണം. ആ ടൊമാറ്റോ മുതൽ നമുക്ക് തുടങ്ങാം. ഞാൻ ഈ അവസരത്തിൽ ഒരു കാര്യം കൂടി പറയട്ടെ. ഈ കഴിഞ്ഞ ഒരു 2006 ഞാൻ ഒരിക്കൽ ഒരു മൈക്രോസ്കോപ്പിലൂടെ ഒരു കാര്യം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആക്സിഡന്റലായിട്ടാണ് എനിക്ക് കുറച്ച് ക്രിസ്റ്റലുകൾ കാണാൻ കഴിഞ്ഞത്. അപ്പം നമുക്ക് ക്രിസ്റ്റലുകൾ അല്ലെങ്കിൽ പരലുകളൊക്കെ സാധാരണ നമ്മുടെ അറിവിൽ ഒരു പുതിയ കാര്യമല്ല എങ്കിൽ കൂടി നമ്മുടെ മരുന്നുകളിൽ, ഔഷധങ്ങളിൽ ഇത്തരത്തിലുള്ള ക്രിസ്റ്റലുകൾ ഉണ്ടെന്നും ഈ സസ്യങ്ങളുടെ ഭാഗങ്ങളിലും പഴങ്ങളിലും പച്ചക്കറികളിലും ഇത്തരം ക്രിസ്റ്റലുകൾ പ്രത്യേകമായി തന്നെ ഉണ്ടെന്നും ഉള്ള ആ ഒരു അറിവ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ ഒന്നായിരിക്കും എന്നെനിക്കറിയാം. അപ്പം നമ്മുടെ എല്ലാ പച്ചക്കറികളിലും ഇത് കാണുമോ എന്നൊക്കെയുള്ള ഒരു ജിജ്ഞാസയുടെ ഭാഗമായിട്ട് 2006 ഞാനിത് കുറച്ച് പച്ചക്കറികളുടെയും കുറേ കയ്യിൽ കിട്ടിയ എല്ലാം, വാസ്തവത്തിൽ എല്ലാം പച്ചമരുന്നുകളായിട്ട് നമ്മുടെ പ്രദേശങ്ങളിൽ കാണുന്ന എല്ലാ വസ്തുക്കളും ഒരല്പം മാത്രം എടുത്ത് ഇലയും അതിൻ്റെ പൂ പ്രത്യേകവും കായും ഒക്കെ പ്രത്യേകമായിട്ട് എടുത്ത് ഒരു സൊല്യൂഷൻ തയ്യാറാക്കുകയും അതിനെ വളരെ ദിവസങ്ങൾക്ക് ശേഷം ആ സൊല്യൂഷൻ ഡീകാൻറ്റ് ചെയ്ത് പിന്നെ അതിൽ നിന്ന് 1-2 ഡ്രോപ്പ് സ്ലൈഡിൽ പ്രിപ്പയർ ചെയ്ത്
ഞാൻ മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിക്കുകയും അതിൽ നിന്ന് എനിക്ക് കാണാൻ കഴിഞ്ഞ കുറേയേറെ ക്രിസ്റ്റലുകൾ ഞാൻ കളക്ട് ചെയ്ത് എൻ്റെ ഒരു പുസ്തകം ഞാൻ രൂപീകരിക്കുകയും പുസ്തകം പബ്ലിഷ് ചെയ്യുകയും ചെയ്തു. അത് ഒരു 2 വർഷത്തിന് മുമ്പ് ഒരു ഉത്രാടം നാളിൽ നമ്മുടെ ഈ IFPHൻ്റെ പ്ലാറ്റ്ഫോമിൽ വെച്ചായിരുന്നു അത് ശരിക്കും അതിൻ്റെ പ്രകാശന കർമ്മം നിർവഹിച്ചത് എന്നുള്ളത് ഞാൻ വളരെ കൃതജ്ഞതയോടുകൂടി സ്മരിക്കുന്നു. എന്തായാലും ഈ പുസ്തകത്തിൽ കൂടെയുള്ള ഒരു ഭാഗമാണ്. എന്നാലും ഇത്തവണ ഞാനിത് പച്ചക്കറികളുടെ ഭാഗം 2ാം ഭാഗം എന്നുള്ള രീതിയിലാണത് അവതരിപ്പിക്കുന്നത്. ഇപ്പോൾ ഈ ടൊമാറ്റോ മുതൽ നമുക്ക് തുടങ്ങാം. ഇതിനു മുമ്പ് ഞാൻ പയറ് മറ്റു പല ഘടകങ്ങളെ കുറിച്ചും പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ക്രിസ്റ്റലുകൾ അല്ലെങ്കിൽ പരലുകൾക്കുള്ള പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചാൽ, എല്ലാ സസ്യങ്ങളിലും പ്രധാനമായിട്ടും അവയുടെ മൂലകങ്ങൾ, സൂക്ഷ്മ മൂലകങ്ങളും അവയ്ക്ക് വേണ്ടപ്പെട്ട അത്യാവശ്യമായിട്ടുള്ള മൂലകങ്ങളും എന്ന് 2 വിഭാഗമുണ്ട്. അപ്പോൾ ഈ സസ്യങ്ങളായിരുന്നാലും ജന്തുജാലങ്ങളിലെ ആയിരുന്നാലും നമ്മുടെ കലകളിൽ എപ്പോഴും വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒന്നാണ് ഈ ഇനോർഗാനിക് സാൾട്ട്സ്, ഇനോർഗാനിക് എലിമെന്റ്സ് അല്ലെങ്കിൽ ഇനോർഗാനിക് ലവണങ്ങൾ. ഇനോർഗാനിക് എന്നും ഓർഗാനിക് എന്നും പ്രത്യേകം പറയുമ്പോൾ ഒന്നുകൂടി ഞാനെടുത്ത് പറയാം, അറിയാമെങ്കിലും നമുക്ക് ഒന്നുകൂടി പറയാം. ഓർഗാനിക് അല്ലാത്തതെന്നാണ്. ഓർഗാനിക് എന്ന് പറയുമ്പോൾ ജൈവികമായ ഭാഗങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വരുന്നതും അവ നിർമ്മിക്കുന്നതും അല്ലെങ്കിൽ അവയിൽ കാണപ്പെടുന്നതും അവയിൽ നിന്ന് സംക്ഷിപ്തമായിട്ട് മാറി വരുന്നതുമായിട്ടുള്ള കെമിക്കൽ രാസഘടകങ്ങളെയാണ് ഓർഗാനിക് എന്ന് പറയുന്നത്, ജീവ സംബന്ധമായിട്ടുള്ളത്. ഇനോർഗാനിക് എന്ന് പറയുമ്പോൾ പ്രകൃതിയാൽ തന്നെ കാണുന്നു അവ ഈ ജൈവമായിട്ടുള്ള ഓർഗാനിക്കിന്റെ പ്രവർത്തനങ്ങൾക്കും അവയുടെ നിർമ്മാണത്തിനും സസ്യങ്ങളെ മറ്റൊരു വിധത്തിൽ സഹായിക്കുന്നവയാണ്. അതാണ് ഇനോർഗാനിക്. ഇപ്പൊ നമ്മുടെ ടിഷ്യൂ സാൾട്ട്സ് എല്ലാം തന്നെ നമുക്കറിയാം ഇനോർഗാനിക് സാൾട്ട്, ഇനോർഗാനിക് ലവണങ്ങളാണ്. അവ 12 ലവണങ്ങളുണ്ട്. ഇനോർഗാനിക് ലവണങ്ങളെ നമുക്ക് അവയുടെ പ്രത്യേകമായിട്ടുള്ള സ്റ്റഡിയും ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ അതൊക്കെ ഞാൻ വേറെ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. പച്ചക്കറികളിൽ എന്താണ് പ്രത്യേകത? ഇപ്പൊ എല്ലാ സസ്യങ്ങളും അവയ്ക്ക് വേണ്ട മൂലകങ്ങളെ അവ വേരിലൂടെ മണ്ണിൽ നിന്ന് വലിച്ചെടുക്കുന്നു. ഇപ്പൊ ഫോസ്ഫറസ്, കാൽഷ്യം ഇവയെല്ലാം ഉണ്ടെങ്കിലും സസ്യങ്ങളിൽ എത്തിച്ചേരുമ്പോൾ അവയുടെ ഓരോ ടിഷ്യൂവിലും ഇത്ര മാത്രം അളവിൽ അവ കാണപ്പെടും എന്ന തോത് ഒരു ആരോഗ്യകരമായ സസ്യം നിലനിർത്തും. അത് സസ്യങ്ങളെ സംബന്ധിച്ചിടത്തോളവും ജന്തുജാലങ്ങളെ സംബന്ധിച്ചിടത്തോളവും എപ്പോഴും സൂക്ഷിക്കുന്നത് ഒന്നാണ്. അവയുടെ ഘടനയിലോ അവയുടെ അംശത്തിലോ അല്ലെങ്കിൽ അവയുടെ തോതിലോ വരുന്ന വ്യതിയാനം, റേഷ്യോയിൽ വരുന്ന വ്യതിയാനം ആ ഓർഗനെ അല്ലെങ്കിൽ പ്രത്യേകമായിട്ട് ഒരു ഓർഗനെയോ ഒന്നിലധികം ഓർഗനെയോ അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തെയോ മെറ്റബോളിക് സിസ്റ്റത്തിന്റെ ഒരു ചെയിനിനെയോ സാരമായി ബാധിക്കും. അതാണ് നമ്മുടെ ടിഷ്യൂ റെമഡീസിന്റെ അടിസ്ഥാനം. ഇതുപോലെ തന്നെയാണ് ഈ രോഗാവസ്ഥയിൽ നമുക്ക് ഈ എലിമെന്റ്സ് ഇൻ ഹയർ ഡൈല്യൂഷൻസിലും പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ സാധാരണ ഹോമിയോപ്പതി നിലവാരത്തിൽ ഈ ബയോകെമിക്കലുകളുടെയും ഹോമിയോപ്പതിയും ചേർത്തുകൊണ്ട് ചിന്തിക്കുമ്പോൾ അത് നമുക്ക് അറിയാൻ അല്പം പ്രയാസമുണ്ട്. കാരണം എല്ലാ ലവണങ്ങളുടെയും സസ്യങ്ങളിൽ നിന്നും ജന്തുക്കളിലും ഈ ഹോമിയോപ്പതിയുടെ പ്രിൻസിപ്പിൾ അനുസരിച്ച് നമ്മുടെ പ്രാക്ടിക്കലായിട്ടുള്ള ഈ പാർട്ട് ക്യൂറേറ്റീവായിട്ടുള്ള ആ പ്രിൻസിപ്പിൾ തീർച്ചയായിട്ടും ഇങ്ങനെ കൺവേ ചെയ്ത് എല്ലാ പൊട്ടൻസിയിലും ഒരേപോലെ തന്നെ ഉണ്ടായിരിക്കുകയും ഒരു മരുന്നിന്റെ തനതായ സ്വഭാവം അവസാനത്തെ പൊട്ടൻസി വരെയും സൂക്ഷിക്കുകയും എന്നാൽ അത് രോഗാവസ്ഥയിൽ പ്രത്യേകമായിട്ടും വേണ്ടത്ര രീതിയിൽ ഉപയോഗിക്കേണ്ട രീതിയിൽ ശരീരം അതിനെ നിലവാരപ്പെടുത്തി ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നു എന്നുള്ള ആ ഒരു കാര്യമാണ് നമ്മൾ പ്രത്യേകമായിട്ടും ശ്രദ്ധിക്കാനുള്ളത്. അപ്പോൾ പച്ചക്കറികളായിരുന്നാലും ശരി, പഴങ്ങളായിരുന്നാലും ശരി, ഭക്ഷണ പദാർത്ഥങ്ങളായിരുന്നാലും ശരി, നാം അകത്തേക്ക് ഭക്ഷണ രൂപേണ നാം കഴിക്കുമ്പോൾ ശരീരത്തിൽ എന്താണ് നടക്കുന്നത്? ഈവൻ സ്റ്റൊമക്കിന്റെ പോർഷനിൽ അല്ലെങ്കിൽ ഇൻഡസ്റ്റൈൻ്റെ പാർട്ടിൽ ജസ്റ്റ് ഒന്ന് തൊടുക പോലും ചെയ്യാതെയാണ് വാസ്തവത്തിൽ ഈ ഫുഡ് ഇങ്ങനെ ഒരു പ്രത്യേക ഡൈനാമിക് പ്രോസസ്സിൽ മുന്നോട്ട് നീങ്ങുന്നത്. ആ ഡീഗ്ലൂട്ടീഷനെ വഴി ഉള്ളിലേക്ക് പോവുകയും പെരിസ്റ്റാൾസിസ് വഴി മൂവ്മെന്റ് വഴി ഓരോ പാർട്ടിനെയും ഇവനെ വെരി മൈന്യൂട്ടസ്റ്റ് ആയിട്ടുള്ള ഒരു കടുകിനെ പോലും കടുകിനേക്കാൾ ചെറിയ പദാർത്ഥങ്ങളെ അത് അതിൻ്റെതായ രൂപത്തിൽ തന്നെ ശരിക്കും അത് ദഹിക്കുന്നതാണെങ്കിൽ ദഹിക്കുന്നു, അല്ലെങ്കിൽ ദഹിക്കുന്നില്ലാത്ത താഴേക്ക് ഇങ്ങനെ പറഞ്ഞു വിടുന്ന തള്ളിവിടുന്ന ഒരു പെരിസ്റ്റാൾറ്റിക് മൂവ്മെന്റ് ആണ് നമുക്കുള്ളത്. അവയ്ക്ക് അങ്ങനെ തൊടാതെ തന്നെ പോവുകയും അതേസമയം ഗ്യാസ്ട്രിക് ജ്യൂസുമായിട്ട് നന്നായിട്ട് സ്റ്റൊമക്കിൽ വെച്ച് ചേൺ ചെയ്ത് അവയെ
വേണ്ടത്ര രൂപത്തിലായിട്ടുള്ള മൈക്രോ ന്യൂട്രിയൻസ് അല്ലെങ്കിൽ മൈക്രോ എലിമെന്റ്സ് ആയിട്ട് മാറ്റുകയും ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണ് അത്തരത്തിലുള്ള ഒരു മാറ്റം ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ വരുത്തുന്നത്? അതാണ് ഡൈജഷൻ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള അസിമിലേഷനും ആ മെറ്റബോളിസവും എല്ലാം കൂടി ചേർന്ന് ഒരു വേർഡാണ് ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. അപ്പൊ നാം ഫ്രൂട്ട്സ്, ഞാൻ പ്രത്യേകിച്ച് വേറൊരു കാര്യം പറയട്ടെ, എല്ലാ ജന്തുജാലങ്ങൾക്കും അവയുടേതായിട്ടുള്ളൊരു പ്രത്യേക ഭക്ഷണമുണ്ട്. നമ്മളാണ് ഭക്ഷണം പാചകം ചെയ്ത് കഴിക്കുന്നത്. നമുക്ക് ഫ്രൂട്ടേറിയൻസ് അല്ലെങ്കിൽ എന്ന് പറയുന്ന ഒരു വിഭാഗമാണ്. യഥാർത്ഥത്തിൽ ഫ്രൂട്ട്സ് ആണ് നമ്മുടെ പ്രധാനപ്പെട്ട ഭക്ഷണം. ഈ കുരങ്ങന്മാർ അല്ലെങ്കിൽ മങ്കീസിൻ്റെയും മനുഷ്യൻ്റെയും ഭക്ഷണമാക്കി വേണ്ടത്ര ആൻറ്റിസ്റ്റൈൻ, നമ്മുടെ ഇൻഡസ്റ്റൈൻ പ്രവർത്തനത്തിന് രൂപീകരിച്ചിരിക്കുന്നത് ശരിക്കും പഴങ്ങൾ മാത്രം ദഹിക്കുന്നതിന് വേണ്ടിയാണ്. ഈ പാല് തന്നെയും ശരിക്കും ഐസീനും മറ്റും നമുക്ക് ദഹനത്തിന് അത്ര പ്രയോജനപ്രദം ഡയറക്റ്റായിട്ടൊരു സാധനമല്ല എന്നാണ് കാണുന്നത്. ഈ പച്ചക്കറികളില് പഴങ്ങളിലും എന്താണ് ഉള്ളതെന്ന് ചോദിച്ചാൽ യഥാർത്ഥത്തിൽ അതിൻ്റെ പ്രവർത്തന തത്വം അല്ലെങ്കിൽ പ്രവർത്തനം ന്യൂട്രീഷണലായിട്ടുള്ള പാർട്ട് എന്ന് പറയുന്നത് ഈ വളരെ മൈന്യൂട്ടായിട്ടുള്ള മൈക്രോ തരത്തിലുള്ള എലിമെന്റ്സ് ആണ് എന്ന് പറയേണ്ടി വരും. ഇപ്പോൾ ഫ്രക്ടോസ് ആയിരുന്ന ഷുഗർ, ഗ്ലൂക്കോസ്, സുക്രോസ്, ലാക്ടോസ്, ഇങ്ങനെ ഷുഗറിൻ്റെ വിവിധ തരത്തിലുള്ള ഭാഗങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ഫ്രൂട്ട്സിൽ നിന്നെല്ലാം കിട്ടുന്ന ഫ്രക്ടോസ്, ഇപ്പോൾ ഷുഗറിലുള്ള സുക്രോസ്, പാലിലുള്ള ലാക്ടോസ്, ഇതെല്ലാം ഷുഗറിൻ്റെ രൂപത്തിലാണ്. ഇവയ്ക്കെല്ലാം ഉള്ള പ്രത്യേകത, ഇപ്പം വേറൊരു കാര്യം പറയുകയാണ്, നമ്മുടെ ഇപ്പോൾ സസ്യങ്ങൾ ഫോട്ടോസിന്തസിസ് വഴി ചെയ്യുന്നത് എന്താണ്? പ്രകാശ സംശ്ലേഷണം അഥവാ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന പ്രക്രിയ വഴി അവ അന്തരീക്ഷത്തിലുള്ള നിന്നുള്ള കാർബൺ ഡയോക്സൈഡിനെയും വെള്ളം വലിച്ചെടുക്കുന്ന വേര് വലിച്ചെടുക്കുന്ന വെള്ളത്തെയും കൂടി ചേർത്ത് ഈ ലീഫിൽ വെച്ച് ഇലകളിൽ ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്ന ഭാഗത്ത് വെച്ച് സംയോജിപ്പിച്ച് അവ അന്നജം അഥവാ സ്റ്റാർച്ച് എന്ന് പറയുന്ന രൂപത്തിലേക്ക് ഇതിനെ മാറ്റിയെടുക്കുകയാണ്. ഇവിടെ നടക്കുന്ന പ്രകാശ സംശ്ലേഷണമാണ്, പ്രകാശത്തിന്റെ എനർജിയാണ് അവിടെ ഉപയോഗിക്കുന്നത്. ഇതിന് ഫോസ്ഫേറ്റ് എന്ന് പറയുന്ന ഒരു ഘടകം പ്രയോഗിക്കുന്നുണ്ട്, PO4. അപ്പോൾ ഫോട്ടോ ഫോസ്ഫോറിലേഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റെപ്പ് ഈ ഫോട്ടോസിന്തസിസിന്റെ ഒരു ഭാഗത്തുണ്ട്. അപ്പോൾ അവിടെ നടക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഈ ഫോട്ടോ ഫോസ്ഫോറിലേഷൻ എന്ന് പറയുന്നതാണ് ഫോസ്ഫേറ്റ് മോളിക്യൂൾസിനെ ഞാൻ പറഞ്ഞു വന്നത്. ഫോസ്ഫറസ് എന്ന് പറയുന്ന ഒരേ ഒരു എലിമെന്റ് ആണ് ഓക്സിജനുമായി ചേർന്ന് ഒരു PO4 ഫോസ്ഫേറ്റ് എന്ന് പറയുന്ന ഒരു ഘടകമാകുന്നത്. അവിടെ ATPയും ADP എന്ന് പറയുന്ന അഡിനോസിൻ ഡൈഫോസ്ഫേറ്റ് എന്ന് പറയുന്ന ഒരു ഘടകത്തിന് അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് ATP ആക്കി മാറ്റി അവയ്ക്ക് കൂടുതൽ എനർജി കൺവേ ചെയ്ത് വരുന്ന ആ ഒരു പ്രോസസ്സിനാണ് ഫോസ്ഫേറ്റ് വീണ്ടും ഒരു ഫോസ്ഫേറ്റ് കൂടി ഉപയോഗിക്കുന്നത്. അതിന് വേണ്ടിയാണ് ആ എനർജി വേണ്ടി വരുന്നത്. അഡിനോസിൻ ഡൈഫോസ്ഫേറ്റ് ആൾറെഡി പ്രസൻസ് ആൻഡ് ATP ആക്കി മാറ്റുന്നതിനാണ് ഫോട്ടോസിന്തസിസിലെ എനർജി ആയിട്ട് ലൈറ്റിൻ്റെ എനർജിയായി എടുക്കുന്നത്. അപ്പം ലൈറ്റ് എനർജിയെ സംശ്ലേഷിപ്പിച്ച് കൊണ്ടുവരുന്നതിന് ഒരു ഫോസ്ഫേറ്റ് മോളിക്യൂൾസ് ഫോസ്ഫറസിന്റെ പ്രത്യേകതയാണ്. ഇനി എന്താണ് നമ്മുടെ മനുഷ്യ ശരീരത്തിലുള്ള ATP ADP എന്ന് നമുക്കറിയാം. അഡിനോസിൻ ഡൈഫോസ്ഫേറ്റും അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റും ഏറ്റവും കൂടുതൽ പ്രവർത്തിതമായിരിക്കുന്ന ഒരു ചെറിയ ഓർഗനൽ എന്ന് പറയുന്നത് മൈറ്റോകോൺട്രിയാണ്. അവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ATP സിന്തസിസ് എന്ന് പറഞ്ഞ അഡിനോസിൻ ഡൈഫോസ്ഫേറ്റേസിനെ അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് എന്ന് പറയുന്ന ഒരു ഫോസ്ഫേറ്റ് കൂടി ചേർത്ത് വരുന്നതിന് വേണ്ടി വരുന്ന എനർജിയാണ് ഒരു എനർജി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു പാർട്ട് ഓഫ് എനർജി. ആ ഒരു പാർട്ട് ഓഫ് എനർജിയെ ആണ് എനർജി റിലീസ് ആകുന്നത് തിരിച്ച് ഈ ഫോസ്ഫേറ്റ് അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്, അതായത് 3 ഫോസ്ഫേറ്റ് ഉള്ള അഡിനോസിൻ മോളിക്യൂള് അഡിനോസിൻ ഡൈഫോസ്ഫേറ്റ് ആയിട്ട് ഒരു ഫോസ്ഫേറ്റിനെ റിലീസ് ആക്കുമ്പോൾ വരുന്ന എനർജി റിലീസാണ് ഒരു മസിൽ പോർഷനിലോ അല്ലെങ്കിൽ ഒരു മസ്കുലർ സെല്ലിലോ വരുന്ന ഒരു മൈറ്റോകോൺട്രിയയിൽ നടക്കുന്ന ഒരു റിയാക്ഷൻ. അങ്ങനെ അനേകം സെൽസിൽ നടക്കുന്ന മൈറ്റോകോൺട്രിയൽ റിയാക്ഷൻ സഡനായിട്ട് നടന്നിട്ടാണ് യഥാർത്ഥത്തിൽ എന്ത് സംഭവിക്കുന്നത്? നമുക്ക് എനർജി പെട്ടെന്ന് റിലീസ് ആവുന്നത്. ഇത് ശരീരത്തിലുടനീളം നടക്കുന്ന വലിയൊരു പ്രക്രിയയാണ്. മൈറ്റോകോൺട്രിയയിലെ DNA ഉണ്ടെന്ന് ഞാൻ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അതിന് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെയും സ്വാധീനിക്കാൻ കഴിയുന്നുണ്ട്. മൈറ്റോകോൺട്രിയ പുറമേ നിന്നുള്ള ഒരു ഓർഗനൽ എന്ന് ഒരു ലേറ്റസ്റ്റ് ആയിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്നാൽ എനിവേ മൈറ്റോകോൺട്രിയാണ് നമ്മുടെ പവർ ഹൗസ് എന്ന് നമുക്കറിയാം. നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്ന പവർ ഹൗസ്, ശരീരത്തിന്റെ പവർ ഹൗസ് ആണ്. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള ചില ഘടകങ്ങളും ഈ പച്ചക്കറികളിൽ നിന്നാണ് കിട്ടുന്നത്. അപ്പം നമ്മൾ ഈ പച്ചക്കറികളെ കുറിച്ച് അടുത്ത കാലത്ത് കൂടുതലായിട്ട് അറിയുന്നുണ്ട്. വളം ധാരാളം ഇട്ടാൽ അവയിൽ പച്ചക്കറിയിൽ വളത്തിന്റെ അംശം കാണുന്നു. കീടനാശിനികളായിട്ട് ഉപയോഗിക്കുന്ന ചില പദാർത്ഥങ്ങൾ റെസിഡ്യൂലായിട്ടുള്ളവ കാണുന്നു. മിക്കവാറും ആഴ്സനിക്കും മറ്റുമൊക്കെ റെസിഡ്യൂലായിട്ടുള്ള സാധനങ്ങളാണ്. അപ്പോൾ കണ്ടമാനം ആഴ്സനിക്കും ലെഡ്, കാഡ്മിയം, പിന്നെ മറ്റ് മെറ്റീരിയൽസ് ആയിട്ടുള്ള എലിമെന്റ്സ് കണ്ടമാനമായിട്ട് പോയിസണസ്, മെർക്കുറി, ഇതൊക്കെ പോയിസണസ് ആണ്.
ഇത്തരത്തിലുള്ള എലിമെന്റ്സ് ഈ പച്ചക്കറികളിൽ ധാരാളമായിട്ടുണ്ട്. അപ്പോൾ ചോദിക്കുന്നത് ഇവ എന്തുകൊണ്ട് ഇങ്ങനെ ഇതിന് സന്തുലിതാവസ്ഥ പാലിക്കുന്നില്ല? രോഗാവസ്ഥയിലാക്കിയതിനു ശേഷം വളരെ കൂടുതലായിട്ടും ഹലോ ഡോക്ടറെ കേൾക്കുന്നുണ്ടോ? ഇടയ്ക്ക് റേഞ്ച് പ്രശ്നം ഉള്ളതുകൊണ്ട് ഒന്ന് മുറിഞ്ഞു. ഇപ്പൊ കേൾക്കാം. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു കണ്ടാമിനേഷൻ ഓഫ് ദ പൊള്യൂഷൻ എന്ന് പറയുന്നത് വളരെ കൂടുതൽ നടക്കുന്നു. എന്നാലും ഇവയിലെ കോൺസ്റ്റിറ്റ്യൂവൻസ് എല്ലാം എപ്പോഴും ഒരുപോലെ തന്നെ ആയിരിക്കും. ഇപ്പൊ ടൊമാറ്റോയെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ ഈ കഴിഞ്ഞ പ്രാവശ്യം ഒരു പ്രത്യേക ക്ലാസ് 2-3 ഘടകങ്ങൾ ഇതിനകത്തുള്ളൂ. ഇപ്പൊ നമുക്ക് ടൊമാറ്റോ എന്ന് പറയുന്നത് ഇതിന് വളരെ കുറേ വർഷങ്ങളായിട്ട് ഇതിന് വിഷം ഉള്ള ഭാഗങ്ങളെന്നാണ് പറഞ്ഞത്. 17-18 നൂറ്റാണ്ടുകളിലാണ് യഥാർത്ഥത്തിൽ ടൊമാറ്റോ ഉപയോഗിക്കാമെന്ന് തന്നെ കണ്ടെത്തിയത്. ഇതിന്റെ ഓൾഡ് നെയിം ലവ് ആപ്പിൾ എന്നായിരുന്നു. അന്ന് ഇത് ഉപയോഗിച്ചിട്ടില്ല. ഇപ്പൊ ഇടുക്കി ഡിസ്ട്രിക്റ്റിലൊക്കെ പോയ ചെറിയ മഞ്ഞുള്ള പ്രദേശങ്ങളിൽ വളരെ ചെറിയ ചെറി പോലുള്ള ആപ്പിൾ ടൊമാറ്റോ കാണാൻ കഴിയും. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. നിങ്ങളുടെ അറിവിലേക്ക് പറയുന്നതാണ്. നമ്മുടെ സാധാരണ ഇവിടുത്തെ ടൊമാറ്റോ തന്നെ ആക്ച്വലി എക്സാക്ട് ടൊമാറ്റോ, പക്ഷെ ചെറിയ ഒരു മുന്തിരിയുടെ പോലെ 3-4 കാണുള്ളൂ. ശരിക്കും ധാരാളം കായ്ക്കുകയും ചെയ്യും. വഴിയോരങ്ങളെല്ലാം കാണാം. ഒന്നര ഇടുക്കിയിലൊക്കെ പോകുന്നവർ നോക്കിയാൽ വഴിയോരങ്ങളിൽ നോക്കിയാൽ ഇത് കാണാൻ കഴിയും. ഇത് കാട്ടിൽ ഇങ്ങനെ കാണുന്നതാണ്. അത് എഡിബിളാണ്, നല്ല ഫ്രൂട്ട്സ് ആണ്. ഇതിന്റെ പഴയ പേരെന്ന് പറഞ്ഞാൽ ലവ് ആപ്പിൾ എന്നാണ്. അപ്പോ ഒരു ഇതിന് ഈ പൊട്ടറ്റോ ആണ് നമ്മുടെ, അതായത് ഉരുളക്കിഴങ്ങാണ് നമ്മുടെ നാട്ടിലെ ലോകത്ത് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന കൃഷി പച്ചക്കറിയല്ല, അത് പച്ചക്കറിയുടെ ഭാഗത്തിൽ വരുന്നതാണ്. അപ്പൊ ആ ഉരുളക്കിഴങ്ങ് കഴിഞ്ഞാൽ ഇപ്പോൾ രണ്ടാമതായിട്ട് വരുന്നത് ടൊമാറ്റോയാണ്. ഇതില് 48 മില്ലിഗ്രാം, ഇത് 100 ഗ്രാം പദാർത്ഥം എടുത്താൽ അതിൽ കാണുന്ന കാൽഷ്യത്തിന്റെയും പൊട്ടാഷ്യത്തിന്റെയും അയണിന്റെയും വൈറ്റമിൻ സിയുടെയും അളവാണ് ഞാൻ പറയുന്നത്. ഇത് മറ്റു പുസ്തകങ്ങളിൽ നിന്ന് ഞാൻ റിലയബിളായിട്ട് എടുത്തിട്ടുള്ളതാണ്. നമുക്ക് വളരെ വ്യത്യാസം. ഇപ്പോൾ 0.2 മിൽക്കിൽ അയണുണ്ടെന്ന് പറയുമ്പോൾ മിൽക്കിൽ 1 മില്ലിഗ്രാമേ ഉള്ളൂ എന്ന് മറ്റു നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകളിലെല്ലാം ചിലപ്പോൾ കാണാം. എന്നായാലും 0.2 to 1 മില്ലിഗ്രാം മാത്രമേ മിൽക്കിൽ അയണുള്ളൂ. മിൽക്കിൽ അയണിന്റെ അളവ് കുറവാണ്. അതുപോലെ തന്നെ ഈ അളവിന്റെ ഇതിലൊക്കെ ചെറിയ വ്യതിയാനം ഉണ്ടെങ്കിലും ഇത് വളരെ വിശ്വസിക്കാവുന്നതാണ്. ഇപ്പൊ കാൽസ്യം എത്ര ഉണ്ടെന്ന് 48 മില്ലിഗ്രാം ഉണ്ട്. ഫോസ്ഫറസ് 20 മില്ലിഗ്രാം ഉണ്ട്. അയൺ എന്ന് പറയുന്നത് 0.4 മില്ലിഗ്രാം ആണ്. 100 ഗ്രാം ടൊമാറ്റോസിന്റെ സ്ലൈസ് ചതച്ചെടുത്തു കഴിഞ്ഞാൽ അതിന് കാണുന്നതാണ്. വൈറ്റമിൻ സി ധാരാളമായിട്ടുണ്ട്, 27 മില്ലിഗ്രാം തന്നെ ഉണ്ട്. അപ്പൊ നല്ല വൈറ്റമിൻ സി സപ്പോർട്ടുള്ളതാണ്. അല്പം മാത്രമായിട്ട് ബി കോംപ്ലക്സും കാണുന്നുണ്ട്. പിന്നെ കലോറിഫിക് വാല്യൂ എന്ന് പറയുന്നത് 20 ആണ്. ഇതൊരു ആൽക്കലൈൻ വെജിറ്റബിൾ ആണെന്നുള്ളത് ഇതിന്റെ ഫ്രൂട്ടിന്റെ എഡിബിലിറ്റി വളരെ വർദ്ധിപ്പിക്കുന്നത്. അപ്പൊ നമ്മുടെ ടൊമാറ്റോ ധാരാളമായിട്ട് ഉപയോഗിക്കുന്നത് ആൽക്കലി ഫുഡാണ്. 40% നമ്മുടെ ഫുഡിൽ 100% ഒരു പ്ലേറ്റിൽ 100 എന്ന് എടുക്കുകയാണെങ്കിൽ അതിൽ 40% ആൽക്കലി ഫുഡ് ആയിരിക്കണം. ബാക്കി 30 പ്രോട്ടീനും മറ്റുമൊക്കെ വരുന്നുണ്ട്. എന്തെങ്കിലും ആസിഡിക് ആയിട്ടുള്ളതും വേണം. എന്നാലും 40% ഏറ്റവും കൂടുതൽ വേണ്ടത് ആൽക്കലൈൻ പാർട്ട് ആയിരിക്കണം എന്നാണ് ഫുഡിൽ. ആൽക്കലൈനിറ്റി കൂട്ടുന്നതിന്, പ്രോട്ടീനേഷ്യസ് ആയിട്ടുള്ള പോർഷൻസ് കൂട്ടുന്നതിന്, ആസിഡിറ്റി കുറയ്ക്കുന്നതിന്, ഇതിനൊക്കെ നമ്മൾ ടൊമാറ്റോ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് നല്ലതാണ്. നമുക്കിപ്പോൾ അധികം വേവിക്കാതെ തന്നെ ടൊമാറ്റോ കഴിക്കാവുന്നതാണ്. അപ്പോൾ ടൊമാറ്റോയുടെ എന്നല്ല, എല്ലാ പച്ചക്കറികളുടെയും തൊലിയോട് ചേർന്നിരിക്കുന്ന ഭാഗത്താണ് അവയുടെ എലിമെന്റ്സ് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ തൊലി ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ട് അതിന് ആ മുകളിലുള്ള പോർഷൻ കുറച്ചെടുത്ത് നമ്മളിപ്പോൾ ഇത്തരത്തിലുള്ള സ്റ്റഡീസിന് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിന്റെ ട്രെമൻഡസ് ആയിട്ടുള്ള നല്ല ക്രിസ്റ്റൽസ് നമുക്ക് കാണാൻ കഴിയും. ഇപ്പം നിങ്ങൾക്ക് ഇതിലെ ക്രിസ്റ്റൽസ് നിങ്ങൾക്ക് കാണാൻ കഴിയാം. റൈറ്റ് സൈഡിൽ കിടക്കുന്ന കുറേ ക്രിസ്റ്റൽസ് ഉണ്ട്. അപ്പോൾ ഇതിന്റെ ശരിക്കും ഈ റൈപ്പ് ഫ്രൂട്ട്സ് ആണ് നമ്മൾ സാധാരണ പച്ചയും ഉപയോഗിക്കാറുണ്ട്. ഇതിന്റെ ഈ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ടും ഇതിന്റെ ഈ ജനറ്റിക്കിലെ ഇതിനകത്തുള്ള ആ ഒരു സ്ട്രക്ചർ എടുത്ത് നോക്കിയാൽ എല്ലാ ദിവസവും നമ്മൾ വാങ്ങുന്ന ടൊമാറ്റോയുടെ അകത്ത് മുറിച്ചിട്ട് അതിന്റെ ക്രോസ് സെക്ഷൻ നോക്കിയാൽ മിക്കവാറും എല്ലാ പ്രാവശ്യം വ്യത്യാസമായിരിക്കും. കാരണം ടൊമാറ്റോ എല്ലാ സമയത്തും ഇതിന് ചെറിയൊരു വേരിയേഷൻ വന്നുകൊണ്ടേയിരിക്കുന്ന ഒരു ജനുസാണ്. ഇതിന്റെ നെക്സ്റ്റ് നമുക്ക് കാണിക്കാം. ഇതിന്റെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് എന്തിനൊക്കെ ഞാനൊരു ചെറിയ കാര്യം കൂടി പറയാനാണ് ഈ ക്ലാസ്സിൽ, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞില്ല. ഈ വെജിറ്റബിളുകൾ അല്ലെങ്കിൽ ഫ്രൂട്ട്സ് കൊണ്ട് നമുക്ക് എന്തെങ്കിലും ചികിത്സ ഉണ്ടോ? നമ്മുടെ നാട്ടിൽ ഇങ്ങനെ കുറച്ച് ചികിത്സകളുണ്ട്, അതിനെക്കുറിച്ച് പറയാനാണ്. ഞാനൊരു ടെക്സ്റ്റ് ബുക്കിൽ ഒന്ന് കുറെ വായിക്കാനിടയായി. അതുകൊണ്ട് ഇന്ന് കുറച്ച് പച്ചക്കറികളെ എനിക്ക് ഇന്ന് പറയുന്നുള്ള ക്ലാസ്സിന്റെ 2ാം ഭാഗം ആയതുകൊണ്ട് അപ്പോൾ ഞാൻ സമയത്തിനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി അതും കൂടി പറയാം. ഈ ഡയബറ്റീസിന്, ഷുഗറിന് റെഡ്യൂസ് ചെയ്യുന്നതിനും വെയിറ്റ് റെഡ്യൂസ് ചെയ്യുന്നതിനും ഈ ടൊമാറ്റോ നല്ലൊരു ഫുഡാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പകരം 2 ടൊമാറ്റോ നന്നായിട്ട് കഴിക്കുന്നത് അന്നേരത്തെ വിശപ്പ് നന്നായിട്ട് മാറുകയും ചെയ്യും, ദഹനത്തെ സഹായിക്കുകയും ചെയ്യുന്നതാണ്. പിന്നെ ഐ ഡിസീസസിന് വളരെ നല്ലതാണ്. വൈറ്റമിൻ എ ഇതിൽ നന്നായിട്ടുള്ളതുകൊണ്ട് കണ്ണിൽ വരുന്ന രോഗങ്ങൾക്ക്
എപ്പോഴും നല്ലതാണ്. ഇതിനെ ചൂടുവെള്ളത്തിലിട്ടിട്ട് കുറച്ചു നേരം ചൂടുവെള്ളത്തിലിട്ടതിന് ശേഷം ഇതിൻ്റെ ഇലകൾ ചൂടുവെള്ളത്തിലിട്ടതിന് ശേഷം അത് കുടിക്കുന്നത് ഓപ്റ്റിക് നെർവിനെ സ്റ്റിമുലേറ്റ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. പച്ചില, ഇതിൻ്റെ ടൊമാറ്റോയുടെ ഇല നല്ല സ്മെല്ലുള്ള ഒരു നല്ല സാധനമാണ്. അതിനെ ചൂടുവെള്ളത്തിലിട്ടിട്ട് ആ വെള്ളം കുടിക്കുക എന്നാണ് ഓപ്റ്റിക് നെർവിന് സ്റ്റിമുലേഷനാണ്. ഇതിന് യൂറിനറി ഇൻഫെക്ഷന് വേണ്ടി പറയുന്നത് യൂറിനറി കാൽക്കുലെ എം ടി ആയിട്ട് മോർണിംഗിൽ ഇത് കഴിക്കുകയാണെങ്കിൽ ആസിഡിറ്റി വാല്യൂ കുറയ്ക്കുകയും യൂറിൻ്റെ ആസിഡിറ്റി കുറയ്ക്കുകയും ചെയ്യും. ഷുഗറുള്ള പേഷ്യൻസിന് എപ്പോഴും നല്ലതാണിത്. ഇത് ഫ്രൂട്ട്സ് ആണ് ഉദ്ദേശിക്കുന്നത്. ഒബിസിറ്റി ഉള്ളവർക്കും രാവിലെ ഇത് മാത്രം കഴിക്കുന്നത് കൊണ്ട് പ്രയോജനമുണ്ട്. ഒബിസിറ്റി. അടുത്തത് ഇൻറ്റസ്റ്റിനൽ കംപ്ലൈൻസ് ഉള്ളവർക്ക് ടൊമാറ്റോയും ഉപ്പും കുറച്ച് പെപ്പറും ചേർത്ത് മോർണിംഗ് സിക്നസ്സിന് കൊടുത്താൽ ഇൻറ്റസ്റ്റിനൽ ഇതിന് നല്ലതെന്ന് പറയുന്നു. ടൊമാറ്റോയും സാൾട്ടും പെപ്പറും മോർണിംഗ് സിക്നസ്സിന്. ഇനി ഹയാറ്റിസ് ഹെർണിയ എന്ന് പറയുന്ന കംപ്ലൈൻറ്റ് നമുക്കറിയാം. അതിന് വരുന്ന ബില്യസ്നെസ്സിനും സ്ലഗിഷ്നെസ്സിനും ലിവർ ഡിമിനിഷ്ഡ് സഗ്നിഷൻസ് ഓഫ് ദി ലിവർ, ഡിമിനിഷ്ഡ് റെസ്പോൺസ് ഓഫ് ദ ലിവർ, ഇതിനൊക്കെ ഈ ഇൻറ്റസ്റ്റിനൽ ആയിട്ടുള്ള കംപ്ലൈൻസിന് ടൊമാറ്റോ നല്ലതാണ് എന്ന് പറയുന്നു. റെസ്പിറേറ്ററി എന്ന് പറയുന്ന ടൊമാറ്റോ ജ്യൂസ് ഹണിയുമായിട്ട് ചേർത്ത് അല്പം പൗഡേർഡ് കാർഡമണും ചേർത്തതിന് ശേഷം ഇത് കഴിക്കണം. ആദ്യം 3 വെളുത്തുള്ളി കഴിക്കണമെന്നാണ്. വെളുത്തുള്ളിയാണ് ട്യൂബർകുലോസിസിൻ്റെ ഏറ്റവും നല്ല മരുന്നായിട്ട് വളരെ നാടുകൾക്ക് മുമ്പേ നമ്മുടെ നാട്ടിലും മറ്റു രാജ്യങ്ങളിലും എല്ലാം ഉപയോഗിച്ചിരുന്നതാണ്. വെളുത്തുള്ളിയെ ഡ്രൈ ആക്കി പൊടിച്ച് അതിൻ്റെ പൗഡറുമായിട്ട് കഴിക്കുന്നു, ക്യാപ്സ്യൂളായിട്ട് കഴിക്കുന്നു. അങ്ങനെയൊക്കെയാണ്. വെളുത്തുള്ളിയായിരുന്നു ട്യൂബർകുലോസിസിൻ്റെ ബെസ്റ്റ് മെഡിസിൻ ആയിട്ടൊരു കാലത്ത്. അപ്പോൾ അതുകൊണ്ട് 3 അല്ലി വെളുത്തുള്ളി കഴിക്കുകയും അതിനോടൊപ്പം ഈ ടൊമാറ്റോയും ഹണിയും ചേർത്ത ജ്യൂസിനകത്ത് കാർഡമൺ പൊടിച്ചിട്ടിട്ട് അതും കൂടി കഴിക്കുകയാണെങ്കിൽ ട്യൂബർകുലോസിസിൻ്റെ ഇതിന് ശമനം ഉണ്ടാകും. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ചെസ്റ്റിൻ്റെ കഞ്ചഷൻ കുറയ്ക്കുന്നു, ബ്രോങ്കൈറ്റിസിനെ റിഡ്യൂസ് ചെയ്യുന്നു, ഹൈപ്പർ മ്യൂക്കസ് സെക്രീഷൻ ഹൈപ്പറായിരിക്കുന്ന ട്യൂബർകുലോസിസിൻ്റെ കേസസിന് ഇത് റിഡ്യൂസ് ചെയ്യുന്നതിന് ഇത് നന്നായിട്ട് സഹായിക്കും. നല്ല ഒരു സൈക്കോട്ടിക്കായിട്ട് സോറിക്കായിട്ടും ഒക്കെ ഉള്ള ഒരു റൂട്ടായിട്ടാണ് ഇതിനെ നമുക്ക് കാണാൻ കഴിയുന്നത്. പിന്നെ പെയിൻഫുൾ ജോയിൻസിന് ഉണ്ടെങ്കിൽ എള്ളെണ്ണയിൽ ഇതിൻ്റെ ഓൾ പ്ലാന്റ് ഇട്ടതിന് ശേഷം ജ്യൂസ് ഇട്ടതിന് ശേഷം അതിനെ വെള്ളം ചേർക്കാതെ നന്നായിട്ട് വറ്റിച്ചെടുക്കുക. അതായത് അതിൻ്റെ വെള്ളം മുഴുവനും പോകുന്നവരെ ചൂടാക്കിയതിന് ശേഷം ആ ഓയിൽ പുരട്ടുകയാണെങ്കിൽ ടൊമാറ്റോ എപ്പോഴും നല്ലതായിരിക്കും എന്ന് പറയുന്നു. അടുത്ത പച്ചക്കറി നമുക്ക് കാണാം. അടുത്തത് സ്വാഡ് ബീൻസ് എന്നുള്ളതാണ്. ഡോക്ടറെ അതൊന്ന് അടുത്ത് ഷെയർ ചെയ്യണം. സ്വാഡ് ബീൻസ്. നെക്സ്റ്റ്, ഈ സ്വാഡ് ബീൻസ് എന്ന് പറയുന്നത് വാളരി പയർ എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള വലിയ പയറാണ് ഇത്. ഞാൻ തന്നെ എൻ്റെ തന്നെ വിളമ്പിൽ ഉണ്ടായ ഒരു പച്ചക്കറി ഫോട്ടോസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ക്രിസ്റ്റൽസ് നല്ല ഇൻട്രസ്റ്റ് ആണ്. പയർ വർഗ്ഗങ്ങളിൽ കാണുന്ന ക്രിസ്റ്റൽസ് എല്ലാം മിക്കവാറും ഈ വാളരി പയറിൽ കാണും. പക്ഷെ വളരെ ബിഗ് ക്രിസ്റ്റൽസ് ആണ്. ഇതിൻ്റെ ക്രിസ്റ്റൽസിൻ്റെ പ്രത്യേകത വളരെ കൂടുതലായിട്ട് കാണാൻ കഴിയും. വലിയ ക്രിസ്റ്റൽസ് ആണ്. പിന്നെ ഈ താഴ്വശത്തൊക്കെ ശരിക്കും വ്യക്തമായിട്ട് കാണാൻ കഴിയും. ഇതിനെ ഫ്ലഷി ആൻഡ് ന്യൂട്രീഷ്യസ് വെജിറ്റബിൾ ആണ്. സാധാരണ രീതിയിൽ നമ്മൾ നല്ല ഫ്ലഷിയാണ്. ഇതിൻ്റെ പിഞ്ച്, അതായത് അധികം വിളയാത്ത വയറാണ് ഇത്. നമുക്ക് കറിക്കൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. ക്ലൈംബിംഗ് പ്ലാന്റ് ആണ്. 30 സെന്റിമീറ്റർ ലോങ്ങും 5 സെന്റിമീറ്റർ വിഡ്ത്തും കാണും ഇതിൻ്റെ കായ്ക്ക്. നല്ല വലുതാണ്. 30 സെന്റിമീറ്റർ വരെ ഈ പയർ വലുതായി വരാറുണ്ട്. 5 സെന്റിമീറ്റർ വരെ വിഡ്ത്തും കാണും. അപ്പോൾ ഇത് സാധാരണ ഒരു പച്ചക്കറി ആയതുകൊണ്ട് ഇതിൻ്റെ പിക്ചറിനെ ഞാൻ ഉൾപ്പെടുത്തിയെന്നുള്ളൂ. ഇതിൻ്റെ ഫ്ലവേഴ്സ് ഒക്കെ കാണാൻ നല്ലതാണ്. ഇത് നമ്മൾ ഈ പയർ മാത്രമാണ് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് അടുത്ത് കാണിക്കാം. നെക്സ്റ്റ് ഡോക്ടറെ. നെക്സ്റ്റ്, ഇതിന് പ്രത്യേക ഔഷധ ഭാഗങ്ങളൊന്നും ഇല്ല, എന്നാലും ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു പ്രോട്ടീനേഷ്യസ് പോർഷനാണ് ഈ സ്വാഡ് ബീൻ. അടുത്തത് നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ്. എന്താണ്? വെണ്ടയ്ക്ക അഥവാ ലേഡീസ് ഫിംഗർ. ഇത് എബിൾമോസ്കസ് എസ്കുലൻറ്റസ് എന്നാണ് ഇതിൻ്റെ സയൻറ്റിഫിക് നെയിം. ഫ്രൂട്ട്സ്. ഈ വെജിറ്റബിൾസിൽ ഏറ്റവും നല്ല മ്യൂക്കസ് ഉള്ളത് ഏതാണെന്ന് ചോദിച്ചാൽ ഇത് തന്നെയാണ്, വെണ്ടയ്ക്ക തന്നെയാണ്. നമ്മളെല്ലാ കറികളിലും മിക്കവാറും വെണ്ടയ്ക്ക ഉപയോഗിക്കാറുണ്ട്. ഇതിൻ്റെ ക്രിസ്റ്റൽസ് തന്നെ അടുത്ത് ഞാൻ കാണിക്കാം. വളരെ നേർത്ത ക്രിസ്റ്റൽസാണ്. ക്രിസ്റ്റൽസ് കിട്ടാൻ തന്നെ പാടാണ്. എന്നാലും അതിൻ്റെ മ്യൂസിനേജസ് ആയിട്ടുള്ള സബ്സ്റ്റൻസസിൻ്റെ ക്രിസ്റ്റൽസ് വേർതിരിച്ച് കാണാൻ വലിയ പ്രയാസമാണ്. എന്നാലും നമുക്ക് സ്പിരിറ്റുവലായിട്ട് ഒരുമാതിരി സൊല്യൂബിൾ ആയതുകൊണ്ടും അല്ലാത്തതും ഡീകാൻറ്റ് ചെയ്ത് വരുമ്പോഴേക്കും ഡ്രൈഡ് ചെയ്ത് വരുമ്പോഴും ആ ക്രിസ്റ്റൽസ് നല്ല വ്യക്തമായിട്ട് തന്നെ കാണാൻ കഴിയും. ഇപ്പോൾ
1 മീറ്റർ അതിനേക്കാളും കൂടെ ഇപ്പോൾ 2, 3, 6 മീറ്റർ വരെ വളരുന്ന വലിയ എസ്കുലൻറ്റസിനെ കാണാം. അത് ഈ നമുക്ക് കാണാൻ കഴിയും ഈ വെണ്ടയ്ക്ക. വെണ്ടയ്ക്കായുടെ ഏറ്റവും ഞാൻ പറഞ്ഞ മ്യൂസിനാണ്. പച്ചയ്ക്ക് തന്നെ ഇത് നമ്മൾ വേവിക്കാതെ കഴിക്കുകയാണെങ്കിലും ഈ ആസിഡിറ്റി ഉള്ളവർക്ക്, അതുപോലെ തന്നെ ഗ്യാസ്ട്രിക് ജ്യൂസ് സെക്രീഷൻസിന് വരുന്ന ഡിഫക്റ്റ് ഉള്ളവർക്ക്, മ്യൂക്കസ് സപ്ലൈ ഉള്ളവർ, മ്യൂക്കസ് കൊണ്ട് ഇവയെ ഒന്ന് തൽക്കാലം ആസിഡിറ്റി ഉണ്ടാകുന്ന പെയിൻ കുറയ്ക്കുന്നതിന്, പിന്നെ മ്യൂക്കസ് ഗ്യാസ്ട്രിക് വാളിന് കുറച്ചൊരു മാറ്റം കൊടുക്കുന്നതിന്, ആസിഡിറ്റിയിൽ നിന്ന് ഉള്ള വ്യത്യാസത്തിന് എല്ലാം തൽക്കാലമായിട്ട് ഇതിൻ്റെ മ്യൂക്കസ് നല്ലവണ്ണം സഹായിക്കുന്ന ഒന്നാണ് വെണ്ടയ്ക്ക. ഇപ്പോൾ അടുത്ത കാലത്ത് ഒരു ഇത് പറയുന്നത്, ഈ വെള്ളയ്ക്ക രാത്രിയിൽ ഇങ്ങനെ വെള്ളത്തിൽ ഇട്ടിട്ട് അതിൻ്റെ മ്യൂക്കസ് ഊറി വരുന്ന ആ വെള്ളം രാവിലെ കുടിച്ചു കഴിഞ്ഞാൽ ഡയബറ്റീസിന് നല്ലതാണ്. ട്രീറ്റ്മെൻറ്റിൻ്റെ സൈഡിൽ നമ്മൾ എന്തും എന്നല്ലേ, എന്തെങ്കിലുമൊക്കെ ആൾക്കാർക്ക് ഇതും കൂടെയൊക്കെ കേൾക്കുമ്പോൾ അവർക്കൊരു സന്തോഷമുണ്ട് എന്നുള്ളതല്ലാതെ വലിയ ഗുണമുണ്ടോ എന്ന് ചോദിച്ചാൽ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഹോമിയോപ്പതിക്കാരും അതർ സിസ്റ്റം വർക്ക് ചെയ്യുന്നവരും ഇങ്ങനെയുള്ളത് പലതും കൂടെ പറഞ്ഞു കൊടുക്കുന്നതുകൊണ്ട് നല്ലതാണ് എന്നാണ് നമുക്ക് പറയാനുള്ളത്. കാരണം ഇത് പാരമ്പര്യമായിട്ട് നമ്മുടെ നാട്ടിൽ കാണുന്ന പലതിൻ്റെയും ആവശ്യകതയും അത് നേരെ അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത്, അതിനെക്കുറിച്ചുള്ള ആ വിവരം കൺവേ ചെയ്ത് പോകുന്നതിന് അത്യാവശ്യമാണ്. പച്ചക്കറി എന്നുള്ളതിലുപരി നാം കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളിൽ ഇന്ന് ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങൾക്കും അതിൻ്റെതായ ഉപയോഗങ്ങളുണ്ട്. അവ ആ ഔഷധ ഗുണം എങ്ങനെയാണ് അതിനെ ഉപയോഗിച്ച് വരുന്നതെന്ന് ഓരോ നാട്ടിലും അതിൻ്റെ വ്യത്യസ്തമായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ കത്രിക്ക കൊള്ളാം, നല്ലതാണ്, ലിഗ്നിനുണ്ട് എന്ന് പറയുമ്പോൾ വേറൊരു നാട്ടിൽ അതിനെ ഒരു ഉപയോഗത്തിനാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ സാധാരണ രീതിയിലുള്ള വെണ്ടയ്ക്ക, വെള്ളരിക്ക ഇതുപോലുള്ള പദാർത്ഥങ്ങൾക്കൊക്കെ വളരെ ഹൈ വാല്യൂ ആണ്. ഔഷധത്തിൻ്റെ ഭാഗത്ത് വെള്ളരിക്കയ്ക്കൊക്കെ ഉള്ള ആ വാല്യൂ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിശയിക്കും. ഇത്രയും വലിയ ഉപയോഗം വെള്ളരിക്കയ്ക്കൊക്കെ ഉണ്ടോ എന്ന് നാം വിചാരിച്ചു. അതാണ് ഈ പച്ചക്കറികളിലുള്ള പ്രത്യേകത. ഇനി നെക്സ്റ്റ് ഇതിൻ്റെ ക്രിസ്റ്റൽസ് ആണ്. നമുക്ക് ഇപ്പോൾ കേൾക്കാമല്ലോ. ഇത് കാണാം, ഈ ക്രിസ്റ്റൽസ് കാണാം. ഇത് വെണ്ടയ്ക്കയിൽ നിന്ന് വേർതിരിച്ചെടുത്ത മുകളിലുള്ള ഒരു ചെറുത് വളരെ നല്ല ഡെലിക്കേറ്റഡ് ഉള്ള ഒരു ക്രിസ്റ്റലാണ്. താഴെയുള്ള ഇതും അതുപോലെ തന്നെ. പിന്നെ ഈ പദാർത്ഥങ്ങളെല്ലാം തന്നെ ഇത്തരത്തിൽ അവയുടെ ധാതുക്കളെ പ്രത്യേക രീതിയിൽ ഈ പദാർത്ഥങ്ങളെ നമ്മളിപ്പോൾ സിസ്റ്റമൈസ് ചെയ്ത് മാറ്റി ഒരു സൊല്യൂഷനിലാക്കി സൂക്ഷിക്കുമ്പോൾ അവ അതിൻ്റേതായിട്ടുള്ള രൂപം സ്വീകരിക്കുന്നു. ഇത് അതിൻ്റേതായിട്ടുള്ള ഒരു പ്രത്യേകമായ മോളിക്കുലർ എനർജി അല്ലെങ്കിൽ ഫോഴ്സിൻ്റെ ഭാഗത്താണ് വരുന്നത്. അപ്പോൾ എനർജി ഉണ്ട് എപ്പോഴും വിത്തിൻ ദ ലിവിങ് ഓർഗാനിസം, ബട്ട് ദേ അറ്റൈൻ ഫോഴ്സ്. വൈറ്റൽ ഫോഴ്സ്, വൈറ്റൽ എനർജി എന്ന് നമ്മൾ രണ്ട് കാര്യം പറയുന്നുണ്ട്. എന്താണ് എനർജി ഫോഴ്സ് തമ്മിലുള്ള വ്യത്യാസം? ഫിസിക്സ് പഠിച്ച എല്ലാവർക്കും അറിയാം. ഫോഴ്സ് എന്ന് പറയുമ്പോൾ അതിനൊരു വെക്ടറുണ്ട്. അത് ഒരു വർക്കിലേക്കുള്ള പ്രവർത്തനത്തിലേക്കുള്ള ഭാഗത്തേക്ക് ഇങ്ങനെ പോകുന്നു. ഒരു വെക്ടർ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഭാഗമുണ്ട്, എങ്ങോട്ടെങ്കിലും ഉണ്ട്, അതിനൊരു ഡയറക്ഷൻ ഉണ്ട് ഫോഴ്സിന്. അത് ലൈഫിൽ ഈ എനർജി ഒരു ഫോഴ്സിലേക്കാണ്. അപ്പോൾ വൈറ്റൽ ഫോഴ്സ് ഒരു പ്രവർത്തനത്തിന്റെ ഭാഗത്ത് പറയുമ്പോൾ വൈറ്റൽ ഫോഴ്സ്, അല്ലാത്തപ്പോൾ അത് എനർജി തന്നെയാണ്. അതുപോലെയാണ് ഈ വസ്തുക്കളെല്ലാം. ഇവ ഒരു ഫോഴ്സിലേക്ക് വരുന്നു. ഇപ്പം ഇതിന് എനർജിയാണുള്ളത്, ഇതിനൊരു ഫോഴ്സ് ഇല്ല. അതായത് ഈ ക്രിസ്റ്റലൈസ് ചെയ്ത് നമ്മൾ സൊല്യൂഷൻ ചെയ്ത് സൈഡിലേക്ക് വയ്ക്കുമ്പോൾ. പക്ഷേ ലൈഫിലോ അതിന് ഫോഴ്സ് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ പദാർത്ഥങ്ങളിലെല്ലാം തന്നെ ഇത് അയോണിക് ഫോമിലും മറ്റുമൊക്കെ ഇരിക്കുമ്പോൾ അതിന് എനർജിയാണ്. അപ്പോൾ ഫോഴ്സ് കൂടുതലായിട്ടും പറയുന്നത് എനർജിയാണ്, വർക്കാണ്. വർക്ക് ഡൺ ബൈ യൂണിറ്റ് ടൈം, അല്ലെങ്കിൽ ഒരു കറക്റ്റായിട്ടുള്ള ഒരു പ്രവൃത്തി ചെയ്യുന്നതിന് വേണ്ടി വരുന്ന ഒരളവ് എനർജി ആണ് നമ്മൾ പറയുന്നത് ജൂൾ അല്ലെങ്കിൽ എനർജി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആ വർക്ക് കഴിഞ്ഞ പവർ എന്താണ്? യൂണിറ്റായിട്ട് ചെയ്തു വരുന്ന ആ അളവിന് വരുന്ന പവർ, വർക്കിനെയാണ് പവർ എന്ന് പറയുന്നത്. അപ്പോൾ മെഡിസിനൽ പവർ എന്ന് പറയുന്ന ആ മെഡിസിൻ ചെയ്യുന്ന ഒരു വർക്കാണ്. എന്ത് വർക്കാണ് മെഡിസിൻ ചെയ്യുന്നത്? നമുക്കറിയാമല്ലോ, അത് ക്യൂറാണ്. ആ ക്യൂർ നടക്കുന്നതിനുള്ള ഒരു വർക്ക് അവിടെ നടക്കുന്നുണ്ട്. ആ വർക്ക് ആക്ച്വലി ഇറ്റ് ഈസ് വെരി വെരി ഡെലിക്കേറ്റ് ആൻഡ് ഡൈനാമിക്, ദാറ്റ് ഈസ് ഷുവർ. ഒരിക്കലും അല്ലാതില്ല. നമ്മുടെ ഹോമിയോപ്പതി സിസ്റ്റത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു ഡൈനാമിക് ആണ്, വളരെ ചെറിയൊരു കാര്യമാണ്. പക്ഷേ അവയ്ക്ക് എപ്പോഴും എന്തുണ്ട്, അവ തന്നതായ രീതിയിൽ അവയുടെ എനർജിയെ സംരക്ഷിച്ചുകൊണ്ട് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നതിനുള്ള ഒരു പ്രവണത അതിനുണ്ട്, ഒരു വർക്കിന്. അതാണ് ഫോഴ്സ്. അപ്പൊ ഇവയെല്ലാം ഫോഴ്സിലായിരിക്കുന്ന ആ ഒരു ഇതിലേക്ക് ആണ് എങ്ങനെയാണ് ഈ രോഗാവസ്ഥയിൽ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുന്നത്. നമ്മുടെ ഭക്ഷണത്തിൽ തന്നെ മെറ്റബോളിസത്തിലെല്ലാം ഇതാണ്. ലിവറിൽ നിന്ന് വെച്ച് നമ്മുടെ എല്ലാ പ്രോഡക്ട്സും നമ്മുടേതായ രീതിയിൽ അത് മാറ്റിയെടുക്കുകയാണ്. നാം കഴിക്കുന്ന എല്ലാം അങ്ങനെ ചെയ്യാതെ വന്നാൽ അത് വേസ്റ്റാണ്. ആ വേസ്റ്റ് പുറത്തു പോകാനുള്ള ടെക്നിക്കുകൾ ഇല്ലാത്തപ്പോൾ മറ്റ് മോളിക്കുലറായിട്ട് അവിടെ ഇവിടെയൊക്കെ അടിഞ്ഞ്
നമുക്ക് വിഷപദാർത്ഥമായി തടസ്സങ്ങളാകുന്നു. അതാണ് നമുക്ക് രോഗങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ മെറ്റീരിയൽസിനെ അത് അതിൻ്റെതായ രൂപത്തിൽ മാത്രമാക്കി നമ്മുടെ ശരീരത്തിന് അമിക്കബിൾ ആയിട്ടുള്ള സാധനങ്ങളാക്കി മാത്രം മെറ്റബോളൈസ് ചെയ്ത് മാറ്റിയതിനു ശേഷം അവയെ ചേഞ്ച് ചെയ്ത് ഭാഗങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ് ശരിയായ മെറ്റബോളിസം അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള ലിവർ ചെയ്യുന്നത്. ഇപ്പൊ അല്ലാത്തടത്തോളം ഈ ലിവർ എന്തിനാണ് ഈ ലിവർ മാത്രം എല്ലാ ദിവസവും വളരുന്നത് എന്ന് നാം ആലോചിച്ചാൽ ദൈവത്തിന്റെ ഏറ്റവും വലിയൊരു ഒരു കടാക്ഷമാണ്. അതായത് ലിവർ എന്തിനു വേണ്ടിയാണ്? ലിവറിലാണ് ഈ ചെല്ലുന്ന ടോക്സിൻസ് മുഴുവൻ അറിയുന്നത്. അത്രയും ഉള്ളിലേക്ക് പോകുന്ന ഒരു ലീഫാണ്. ഒരു ലീഫ് പോലുള്ള വളരെ വലിയ ലീഫാണ്, വലിയൊരു ഗ്ലാൻഡാണ് ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്ലാൻഡാണ്. അത് മാത്രം കുറേശ്ശെ എല്ലാ ദിവസവും എന്ത് ചെയ്യുന്നുണ്ട്? നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം നശിച്ചില്ലെങ്കിൽ എന്ത് പറ്റില്ല? ആ വിഷാംശം അടിയുന്ന ഭാഗങ്ങൾ നശിപ്പിച്ച് തന്നെ പോകണം. അതായത് ഏത് ഭാഗം നാം നമ്മുടെ പൊതുവായിട്ടുള്ള എനർജിയുടെ അല്ലെങ്കിൽ നമ്മുടെ ഡൈനാമിസത്തിന്റെ നമ്മുടെ DNA-യുടെ നമ്മുടെ ജീനിന്റെ ഓർഡർ തെറ്റിക്കുന്നുണ്ടോ ആ ഭാഗം അപ്പോൾ തന്നെ അതിനെ ഡിസ്കാർഡ് ചെയ്യുകയാണ്, അതിനെ ഇല്ലാതാക്കുകയാണ്. ആ കോശത്തെ അത് നശിപ്പിച്ച് കളയേണ്ട നിർബന്ധമാണ്. അത് നശിപ്പിക്കുന്നില്ല എന്നുള്ളതായി വന്നാൽ ആ നശിപ്പിക്കുന്നതിനുള്ള ആ ഒരു പ്രത്യേകമായിട്ടുള്ള ഫോഴ്സ്, അതാണ് നമ്മുടെ ഈ ഹോമിയോപ്പതിക്കലായിട്ട് നാം ഉത്തേജിപ്പിക്കുന്നത്, നാം കൊടുക്കുന്ന അവിടെ നടക്കുന്ന യഥാർത്ഥ പ്രോസസ്സ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ആ ഒരു പ്രോസസ്സ് നടക്കുന്നെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ഈ വേസ്റ്റ് ഇങ്ങനെ നീക്കിക്കൊണ്ടിരിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ വേസ്റ്റ് അടിഞ്ഞടിഞ്ഞ് വരുന്നു, ക്ലെൻസിങ് നടക്കുന്നില്ല. അപ്പൊ എല്ലാ ദിവസങ്ങളിലും ഓരോ കോശത്തിനും അതിന്റെ ആയുസുണ്ട്, അതിനനുസരിച്ച് അവ ഇങ്ങനെ വേസ്റ്റ് പദാർത്ഥങ്ങൾ അടിയുന്നു. അപ്പൊ അത്തരത്തിൽ തന്നെ ഇവ ഇങ്ങനെ നിന്ന് നീക്കം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ പ്രോസസ്സിന് ഏറ്റവും കൂടുതൽ വേണ്ടി വരുന്ന ഒരു ഓർഗൻ ലിവർ ആയതുകൊണ്ട് ലിവർ ഡെയിലി നശിച്ചുകൊണ്ടിരിക്കുന്നു, ഡെയിലി അതുപോലെ തന്നെ റീജനറേറ്റ് ചെയ്തു വരുന്നു. അപ്പൊ അത് ഒരു കണക്കിന് കെമിക്കൽ സബ്സ്റ്റൻസസിന്റെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ ഓരോ ഓർഗന്റെ പ്രവർത്തനം നടന്നു വരുന്നു. മറ്റൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ ഓർഗന്റെ പ്രവർത്തനത്തോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള കെമിക്കൽ സാധനങ്ങളുടെ വ്യയം ഇങ്ങനെ ഒരു ഭാഗത്തുകൂടി നടന്നു വരുന്നു. ഇത് രണ്ടും ഒരേ സമയത്ത് നടക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അതാണ് ഈ കെമിക്കൽസിനെ സംബന്ധിച്ചിടത്തോളം, ഇൻഓർഗാനിക് സബ്സ്റ്റൻസസിനെ സംബന്ധിച്ചിടത്തോളം ശരീരത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. നമ്മൾ ടിഷ്യൂ സാൾട്ട്സ് ആണ് എന്ന് മാത്രം പറഞ്ഞ് തള്ളിക്കളയേണ്ട കാര്യം ഇല്ല. മറിച്ച് മൈക്രോ ആയിട്ടുള്ള പ്രവർത്തന തത്വങ്ങൾ എല്ലായിടത്തും ഇത് തന്നെയാണ് നടക്കുന്നത്. ഈ മോഡേൺ മെഡിസിനിലുള്ള കെമിക്കൽ സബ്സ്റ്റൻസസ് എല്ലാം ഇത്തരത്തിലുള്ള സിംഗിൾ ആയിട്ടുള്ള പാത്ത് വേയിലൂടെ പോകുന്നു, ഒരേ വഴിക്ക് പോകുന്നു. അവയ്ക്ക് ട്രാഫിക്കായിട്ട് ഒറ്റ ലൈനേ ഉള്ളൂ. ആ പോകുന്നു, ചില എണ്ണത്ത് എത്തുന്നു, തിരിച്ച് മിസൈൽ പാസ് ചെയ്യുന്നു, അവരുടെ ജോലി ചെയ്യുന്നു, അവിടെ വെച്ച് അത് ഡീഗ്രേഡ് ചെയ്യുന്നു, പുറത്തു പോകുന്നു. അങ്ങനെ പോകാത്ത ഒരു സാധനത്തിനെ അവർ കെമിക്കലായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. അത്തരത്തിലുള്ള സ്റ്റഡി ചെയ്തതിനു ശേഷമാണ് അവർ കെമിക്കലായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ അതുപോലെ ആണ് ഇത്തരത്തിലുള്ള ഒരു ബയോ കെമിക്കൽ അല്ലെങ്കിൽ കെമിക്കൽ സബ്സ്റ്റൻസസ് ഓർഗാനിക് ആയാലും ഇനോർഗാനിക് ആയാലും നമുക്ക് ഉപയോഗപ്രദമാകുന്നതെന്നാണ് എനിക്ക് പറയാനുള്ളത്. അടുത്തത് നമുക്ക് കുക്കുംബർ നോക്കാം. അടുത്തത് എടുക്കോ ഡോക്ടറെ? ഞാനിപ്പോ കഴിഞ്ഞ ഒരു ദിവസം ഈ വേറൊരു ക്ലാസ്സിലെ കുക്കുംബറിനെ കുറിച്ച് പറഞ്ഞിരുന്നെന്ന് തോന്നുന്നു. ഇതില് കാൽസ്യം എന്ന് പറയുന്ന ഭാഗം 10 മില്ലിഗ്രാമാണ്. 100 ഗ്രാം കുക്കുംബർ എടുത്താൽ അതിന് 10 മില്ലിഗ്രാം കാൽസ്യം ഉണ്ട്. ഫോസ്ഫറസ് 25 മില്ലിഗ്രാം ഉണ്ട്, കൂടുതലുണ്ട്. അയൺ 1.5 മില്ലിഗ്രാം ഉണ്ട്. പാലിനേക്കാളും ഒരു 100 ഗ്രാം കുക്കുംബറിൽ 1.5 മില്ലിഗ്രാം അയണുണ്ട്. വൈറ്റമിൻ സി 7 മില്ലിഗ്രാം വരെ ഉണ്ട്. അപ്പം നല്ല ഒരു ജ്യൂസായിട്ട് ഉപയോഗിക്കുന്നതിന് ഈ കുക്കുംബർ നമുക്ക് ഉപയോഗിക്കാം എന്നതാണ് കുക്കുംബറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമുക്ക് കുക്കുംബറിന്റെ കൊണ്ട് എന്തെങ്കിലും ചികിത്സ ചെയ്യാൻ ഒന്നുണ്ടോ ഞാൻ പറയാം. ഒന്ന്, അത് കോൺസ്റ്റിപ്പേഷന് ഏറ്റവും നല്ലതെന്ന് പറയുന്നു. 2, സ്റ്റൊമക്കില് ഗ്യാസ്ട്രൈറ്റിസ് വന്നാലോ നമുക്ക് ഡിയോഡിനില് അല്ലെങ്കിൽ ഗ്യാസ്ട്രിക് അൾസർ വന്നാൽ ഈ വെള്ളരിക്കയുടെ ജ്യൂസ് 4 മുതൽ 6 ഔൺസ് വരെ കുടിക്കണമെന്നാണ്. 2 അവർ വെച്ചിട്ട് കുടിച്ചാൽ നല്ലതാണെന്നാണ് ഒരു ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഞാൻ കണ്ടതാണ്. അപ്പം 4 മുതൽ 6 ഔൺസ് വരെ ഇതിന്റെ ജ്യൂസ് മാത്രം ഉപയോഗിക്കാം. ഏറ്റവും നല്ലൊരു ജ്യൂസാണ് വെള്ളരിക്കയുള്ളത്. റൊമാറ്റിക് എയിൽമെന്റ്സ്, വാദസംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്ക്, ആർത്രൈറ്റിസ്, ഗൗട്ട്, ഇതിനൊക്കെ യൂറിക് ആസിഡ് എന്ന് പറയുന്ന ഘടകം നമ്മൾ എപ്പോഴും ഇപ്പോൾ നമ്മളെ ശല്യം ചെയ്യുന്നതാണ്. എല്ലാവരും പറയുന്നുണ്ട് യൂറിക് ആസിഡ്. നമുക്ക് ആസിഡം ബെൻസോയിക്കം, ഞാൻ നല്ല ക്യൂറായിട്ട് കണ്ടിട്ടുള്ള ഒരു മെഡിസിനാണ് ആസിഡം ബെൻസോയിക്കം 30. അപ്പൊ അതുപോലെ തന്നെ ഗൗട്ട്, കോളിച്ചിക്കം, ഇതൊക്കെ നല്ലതാണ്. യൂറിക് ആസിഡ് ഡയബറ്റീസ് ഉള്ളതാണ്. ഇതിൽ ഈ വെള്ളരിക്ക വളരെ നല്ല ഫലം ചെയ്തിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് വെള്ളരിക്ക ജ്യൂസ് കഴിക്കാൻ. ജ്യൂസ് വിത്ത് ബീട്രൂട്ട് അതിന്റെ സെലറി നമുക്കിവിടെ കിട്ടാൻ സാധ്യത ഇല്ലെങ്കിലും പല ഭാഗങ്ങളിലും ഉണ്ട്. അതിന്റെ ജ്യൂസ്, സെലറിയുടെ ജ്യൂസ് അല്ലെങ്കിൽ ബീട്രൂട്ടിന്റെ ജ്യൂസിന്റെ കൂടെ ഈ വെള്ളരിക്കയുടെ ജ്യൂസ് കൂടെ ചേർത്ത് കഴിക്കുന്നത് ഇതിന് പ്രയോജനം ചെയ്യുന്നതാണ്. ഇനി യൂറിനറി കംപ്ലയൻസിന്
ഇതിന്റെ സീഡ്സ് ഉണ്ട്. ഈ വെള്ളരിക്കയുടെ സീഡ്സ് കർഡ് അഥവാ നമ്മുടെ മോരുമായിട്ട് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിനു ശേഷം അതിനെ കഴിച്ചാൽ അത് നമുക്ക് ഇതിന്റെ യൂറിനറി സ്റ്റോൺ, അതായത് കാൽക്കുലസ് അലിച്ച് കളയും എന്ന് പറയുന്നു. ഹൈപ്പർ അസിഡിറ്റി കുറയ്ക്കുന്നതുകൊണ്ടാണ് യൂറിന്റെ ഹൈപ്പർ അസിഡിറ്റി കുറയുകയും അത്തരത്തില് ഈ സ്റ്റോൺ ഗ്രാജുവലായിട്ട് അലിഞ്ഞു പോകും എന്നുമാണ് പറയുന്നത്. കോളറ എന്ന് പറയുന്ന മഹാവിപത്തിന് ഫ്രഷ് ലീഫിന്റെ ജ്യൂസാണ്. ലീഫ്, ഈ വെള്ളരിക്കയുടെ ലീഫിന്റെ ജ്യൂസ് എടുത്തിട്ട് ടെൻഡർ കോക്കനട്ടോ ആയിട്ട് ചേർത്ത് വാട്ടറായിട്ട് എപ്പോഴും കുടിക്കാൻ കൊടുക്കുന്നത് ഇലക്ട്രോലൈറ്റ് ബാലൻസിന് നല്ലതാണ്. വെള്ളരിക്കയും ടെൻഡർ കോക്കനട്ട്, ഇളനീർ കൂടി ചേർത്ത് കൊടുക്കുന്നത് കോളറയ്ക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് കൊടുക്കാന്നുള്ള ഒരു നല്ല ഇലക്ട്രോലൈറ്റ് ബാലൻസ് ചെയ്യുന്ന ഫ്ലൂയിഡാണ്. പിന്നെ സ്കിൻ കംപ്ലൈൻറ്റിന് വെള്ളരിക്ക എങ്ങനെ ഉപയോഗിക്കും? നമുക്കെല്ലാം അറിയാം. സ്കിൻ ഇപ്പോൾ പല 1000 പേരെങ്കിലും ഇങ്ങനെ വെള്ളരിക്ക ഇങ്ങനെ അരിഞ്ഞ് കണ്ണിൻ്റെ ഭാഗത്തൊക്കെ വെച്ച് ഇരിക്കുന്നുണ്ടാകും. അതൊരു നല്ല ട്രീറ്റ്മെൻ്റ് ആയിട്ട് കണ്ണിന് ചുറ്റും വരുന്നതിനും എലർജി നല്ല ഒരു സാധനമായിട്ട് പലരും ചെയ്യുന്ന ഒന്നാണ്. അത് ക്യാരറ്റ് ജ്യൂസുമായിട്ട് ചേർന്ന്, ലെറ്റ്യൂസോ ക്യാരറ്റോ ചേർത്തിട്ട് ആൽഫാൽഫ ജ്യൂസുമായിട്ട് ചേർത്തും കഴിച്ചാൽ ഈ സ്കിന്നിന് ഉള്ളിൽ കഴിക്കാൻ കൊടുത്താൽ സ്കിൻ കംപ്ലൈൻസിന് നല്ലതാണ്. ഇനി പിമ്പിൾസിന്, പിന്നെ ബ്ലാക്ക് ഹെഡ്സ്, റിങ്കിൾസ്, ഇതിനൊക്കെ ഇത് നല്ലതാണ്. സിലിക്കോണും നമ്മുടെ സൈലീഷയുടെ പോർഷനാണ് സിലിക്കൺ. സിലിക്കയും സൾഫറും നല്ല അളവിലുള്ളതാണ് ഇതിന്റെ വെള്ളരിക്ക. അതുകൊണ്ട് ഇത് ഹെയർ ഗ്രോത്തിനെ സഹായിക്കുന്നുണ്ട്. വെള്ളരിക്ക ഹെയർ ഗ്രോത്ത്. അങ്ങനെ ഹെയർ ഗ്രോത്തിനായിട്ട് വെള്ളരിക്ക ഉപയോഗിക്കേണ്ടത് ജ്യൂസും ക്യാരറ്റും ലെറ്റ്യൂസിന്റെ ജ്യൂസും സ്പിനാച്ചും ഉപയോഗിക്കാം. സ്പിനാച്ച്, ലെറ്റ്യൂസ്, ക്യാരറ്റ് ഇതേതെങ്കിലും ഒന്ന് ഇതുമായിട്ട് ജ്യൂസുമായിട്ട് ചേർത്ത് ഹെയറിനെ അപ്ലൈ ചെയ്യുകയാണ് വേണ്ടത്. ഹെയർ ഗ്രോത്ത്, കാരണം സിലിക്കയും ഈ സൾഫർ ഉള്ളത് കൊണ്ടാണെന്നാണ് പറയുന്നത് ഇതിന്റെ ഗ്രോത്ത് നന്നാക്കുന്നത്. ഇപ്പോൾ വെള്ളരിക്കയെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ സാധാരണ ഡെയിലി എന്നും വെള്ളരിക്ക ഉപയോഗിക്കുന്നവരാണ്. ഹൈപ്പർ അസിഡിറ്റി കുറയ്ക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസിനാണ് സാധാരണയായിട്ട് നമ്മളിത് നന്നായിട്ട് വർക്ക് ചെയ്യുന്നത്. സ്മൂത്ത് ആൻഡ് റെഗുലർ ആയിട്ടുള്ള ഈ ഫ്രൂട്ടാണ് നമ്മൾ എടുക്കാനാണ്. ഫ്രൂട്ടിൽ ഇപ്പോൾ എന്തെങ്കിലും കൊറുഗേഷൻസോ പ്രൊട്യൂബറൻസ്, അതായത് മുഴച്ചൊക്കെ ഇരിക്കുകയാണെങ്കിൽ ആ വസ്തു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തോ ഡിസീസ്ഡ് ആണ്. അവിടെ ആ ഭാഗത്ത് നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒന്നുകിൽ ഒരു മാഗട്ടോ, ഒരു വിരയുടെയോ ഒരു എഗ്ഗിൻ്റെയോ അല്ലെങ്കിൽ ഡിസ്റ്റോർട്ടഡ് ആയിട്ടുള്ള കലകളോ ഒക്കെ കാണും. ആ ഡിസ്റ്റോർട്ടഡ് ആയിട്ടുള്ള കലകളാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ബോഡിയിലും വരുമ്പോൾ അത് കുറെ നാൾ കഴിയുമ്പോൾ അവയ്ക്ക് പുറന്തള്ളാൻ കഴിയാത്ത വ്യവസ്ഥയില്ല. പുറന്തള്ളാൻ ലിംഫാറ്റിക് സർക്കുലേഷൻ എല്ലാം അടയുന്നു, ബ്ലഡ് സർക്കുലേഷൻസ് ഒക്കെ അടഞ്ഞു പോകുന്നു. അപ്പോഴേക്കും അത് ലിംഫാറ്റിക്സിലൂടെ പുറത്ത് പോകാൻ കഴിയുമ്പോൾ പുറത്തെ പൊളിഞ്ഞ് പുറത്തേക്ക് വരുന്നു. അതിനെ നമ്മൾ അങ്ങനെ വലിയ മഹാരോഗങ്ങളായിട്ട് നമ്മൾ ചിത്രീകരിക്കുന്നു. അതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. ഈ എലമെന്റ്സിന്റെ ഡിസ്റ്റോർഷൻ എന്ന് പറയുന്നത് നടക്കുമ്പോൾ അവയ്ക്ക് പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഹയർ ഡൈലൂഷൻസിൽ ഈ മെഡിസിൻസിനെ നാം കൂടുതൽ പൊട്ടൻറ്റൈസ് ചെയ്ത് വരുന്തോറും ഒരിക്കലും ഒരു എലിമെന്റിനും അതിൻ്റെതായിട്ടുള്ള കൺസിസ്റ്റൻസിയിലല്ല അവ സ്ഥിതി ചെയ്യുന്നത്. അവയുടെ എനർജി ലെവലിൽ വരുന്ന ചേഞ്ചസിന് അതിപ്പോൾ കുറച്ച് കള്ളന്മാരെയും നല്ല ആൾക്കാരെയും കൂടെ ഒന്നിച്ച് കടത്തി നമ്മളൊരു വലിയ സഭയിലേക്ക് തിരിച്ചു വിട്ടാൽ ഈ കള്ളന്മാര് പെട്ടെന്ന് തിരിച്ചറിയും നല്ല ആൾക്കാരല്ല. എന്നിട്ട് ഇവരെന്ത് ചെയ്യും? പറ്റുന്ന അവരെ എങ്ങനെയെങ്കിലും ഒഴിവാക്കാനുള്ള ഒരേ ശ്രമമായിരിക്കും. അവിടെ മീറ്റിംഗും കമ്മിറ്റിയും ഒന്നും കൂടില്ല. ആകെയുള്ള ശ്രമം എന്ന് പറയുന്നത് ഈ കള്ളന്മാരെ പുറത്താക്കുക എന്നുള്ളതാണ്. അത്തരത്തിൽ ഡിസീസ്ഡ് ആയിട്ടുള്ള ഒരു ഹൈപ്പർ ടെൻസ്ഡ് ആയിട്ടുള്ള എലിമെന്റ്സിലേക്ക് പുറത്തു വിടുമ്പോൾ നമുക്ക് എന്ത് പറ്റുന്നു? ഈ സാധനങ്ങളിലെ എത്രയും വേഗം പുറത്തു വിടുന്നതിനെ എലൂഫ് ചെയ്യുന്നു, അതായത് കൺസോൾട്ടേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവയെ ഡീമാർക്ക് ചെയ്യുന്നു. എന്നിട്ട് അത്തരം കുറേ കോശങ്ങളെ അങ്ങ് നശിപ്പിക്കുന്നു. ആ കൂട്ടത്തിലെ ഡെഡ് സെൽസും കുറെ പോകും. ഇതൊരു നല്ല ട്രീറ്റ്മെന്റ് സൈഡായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. വാട്ട് ഈസ് ആക്ച്വലി ഹാപ്പനിങ് ഈസ് ദിസ്, ഐ തിങ്ക്, ഇൻ ദ കേസ് ഓഫ് ദിസ് ട്യൂമർ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് സം അതർ ഫൈബ്രോയിഡ്സ് എക്സെട്ര. അതർവൈസ് അല്ലാതെ പിന്നെ എങ്ങനെയാണ് നമ്മുടെ ഈ ചെറിയ മൈനൂട്ടായിട്ടുള്ള സിലിക്ക ഉള്ളിൽ ചെന്നിട്ട് ഫൈബ്രോസിനെയൊക്കെ അരിച്ചു കളയുന്നത്? ഇപ്പോൾ ഫ്രാക്സിനസ് പോലുള്ള വലിയ ടിഞ്ചറുകൾ നാം കഴിക്കുന്നുവെങ്കിലും അവയുടെ പ്രവർത്തന മണ്ഡലത്തിൽ ഏറ്റവും പ്രവർത്തിതമായിട്ട് അല്ലെങ്കിൽ ഉത്തേജിതമായിട്ടിരിക്കുന്ന ചെറിയ മൈക്രോ എലിമെന്റ്സിന്റെ പാർട്ടിക്കിൾസ് തന്നെയാണ്, അല്ലെങ്കിൽ ആ എനർജി തന്നെയാണ്. അപ്പോൾ അതിനുള്ള ആ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദാറ്റ് എനർജിക്ക് ഈ പാർട്ടിക്കിൾസിന്റെ മൈന്യൂട്ട് എമൗണ്ട്സ് എങ്കിലും ഇല്ലാതെ പറ്റില്ല എന്നുള്ളത് നമുക്കറിയാം. അല്ലെങ്കിൽ പിന്നെ നമുക്ക് കഴിക്കണ്ടല്ലോ, മരുന്നും കഴിക്കണ്ട. അടുത്തത് ഇതിന്റെ ക്രിസ്റ്റൽസ് ആണ്. നോക്കൂ, ഈ വെള്ളരി ക്രിസ്റ്റല് കാണാമോ? എന്താ ഡോക്ടറെ? ആ, ശബ്ദം ഇടയ്ക്ക് വരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു, അപ്പൊ ഞാൻ ഇതിന്റെ ഏറ്റവും താഴെയുള്ള ഈ ക്രിസ്റ്റൽ ഞാൻ ആദ്യം കണ്ട ഒരു മൈക്രോ ക്രിസ്റ്റലാണ് ഈ കാണുന്നത്. വെരി ഫസ്റ്റ് ഞാൻ കണ്ടത് ഏതാണെന്ന് വെച്ചാൽ ഇതാണ്, ഈ വെള്ളരിക്കയിൽ കണ്ടത്.
പക്ഷേ അത് കാണാനായിട്ട് ഞാൻ ക്രിസ്റ്റൽസ് ഒക്കെ എടുത്ത് വെച്ചിട്ട് കുറേ നാള് പലതും നോക്കിയിട്ട് എനിക്കൊന്നും കാണാൻ കഴിഞ്ഞില്ല. അവസാനം കുറേ നാളുകൾ 16 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ സ്ലൈഡ് എടുത്ത് നോക്കുന്നത്. സ്ലൈഡിൽ അല്പം പൂപ്പലും ഈ കണക്കിന് ക്രിസ്റ്റൽസ് ഇങ്ങനെ ഇരിക്കുന്നത് കാണാനും ഇടയായത്. അതെനിക്ക് വളരെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. ആ ക്രിസ്റ്റൽ എന്നെ വളരെയേറെ ആകർഷിച്ചു. ഞാനിതെൻ്റെ ആദ്യത്തെ പുസ്തകത്തിൽ ഒരു ചെറിയ ബുക്ക് ഞാൻ ഇതിനു വേണ്ടി തയ്യാറാക്കിയിരുന്നു. നിങ്ങൾ കാണാമായിരിക്കും. അതിൽ ഞാൻ ഇതിനിങ്ങനെ ഈ ചിത്രം ഉപയോഗിച്ചിരുന്നു. ഞാൻ തന്നെ വരച്ചതാണ്, വരച്ച് ചേർക്കുകയാണ്. അപ്പൊ അത് ഈ വെള്ളരിക്കയുടെ ക്രിസ്റ്റൽസ് നല്ല ഇൻട്രസ്റ്റ് ആണ്. ഇതില് ആ പരലുകൾ പോലെ ഇരിക്കുന്ന ഇങ്ങനെ അടർത്തെടുത്താൽ വളരെ ഫ്ലിന്റ് ആയിട്ട് പോലെ ഇരിക്കും. പക്ഷെ ആ ക്രിസ്റ്റൽസ് നല്ല ഇതാണ്. നമ്മൾ അല്പം നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ തന്നെ വളരെ കൂടുതൽ വേണം. ടേസ്റ്റ് ചെയ്യുന്നൊന്നും ചെയ്യില്ല, എന്നാലും വളരെ മൈന്യൂട്ടായിട്ട് നീഡിൽ കൊണ്ട് ഞാൻ എടുത്ത് നോക്കിയിട്ടുണ്ട്. നെക്സ്റ്റ് ഇതിന്റെ ക്രിസ്റ്റലെ അടുത്ത നമുക്ക് എടുക്കാം. അപ്പോൾ വെള്ളരിക്കയുടെ ഉപയോഗങ്ങളെ പറ്റി ഞാൻ പറഞ്ഞു. കോളറയ്ക്ക് ഉപയോഗിക്കുന്നു, സ്കിന്നിന്, പിന്നെ ഇതിന് ഒരു ബ്യൂട്ടി എയ്ഡായിട്ടാണ് ഇത് സാധാരണ ഇപ്പോൾ അധികമായിട്ടും ട്രീറ്റ്മെന്റ് സൈഡിൽ ഈ വെള്ളരിക്ക ഉപയോഗിക്കുന്നത്. അതിന്റെ ജ്യൂസ് ഇങ്ങനെ അരച്ച് കൈ പൊണ്ടി മുഖത്തൊക്കെ തേക്കുന്നു. പിന്നെ ബ്ലൈക്കായിട്ട് ഇങ്ങനെ അടിച്ച് സ്ലൈസിലുമായിട്ട് എടുത്തിട്ട് കടലിന് ചുറ്റുമൊക്കെ വെച്ച് കുറേ നേരം അങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പൊ അടുത്തത് ഇതും വെള്ളരിക്ക തന്നെ, ലീഫാണ്. ലീഫ് ആൻഡ് ഷൂട്ടാണ് ഇവിടെ ഞാൻ നോക്കിയത്. അതുകൊണ്ടാണ് ഇത് പ്രത്യേകം വെച്ചിരിക്കുന്നത്. വെള്ളരിക്ക തന്നെ കോമൺ വെജിറ്റബിൾ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ വെള്ളരിക്ക തന്നെ ലീഫാണ്. ഇതിന്റെ ലീഫിന്റെ പ്രത്യേകതയാണ് ഈ പറഞ്ഞത്. ആ ലീഫിൽ മാത്രം കണ്ട ക്രിസ്റ്റൽസിന്റെ വ്യത്യാസം, ബ്രയോണിയ എന്ന് പറയുന്ന നമ്മുടെ ഒരു സാധനം ഉണ്ടല്ലോ. ഈ ബ്രയോണിയ എന്ന് പറയുന്ന എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ല. ബ്രയോണിയ ഒരു ഇടുക്കി ഡിസ്ട്രിക്ട് പോയപ്പോൾ എനിക്കിങ്ങനെ വലിയൊരു മരത്തിൽ കിടക്കുന്നുണ്ട്. ബ്രയോണിയ ചെറിയൊരു പ്ലാന്റ് അല്ല. ഒരിക്കലും അവിടെ ഒരു എക്സിബിഷനിൽ ബ്രയോണിയുടെ റൂട്ട് ഇങ്ങനെ മരച്ചിനിയുടെ ഭാഗം, അതായത് കപ്പയുടെ ഭാഗം ഇങ്ങനെ പൂള വെച്ചിരിക്കുന്നത് പോലെ ഓരോ ഭാഷയും ഇങ്ങനെ വട്ടത്തിൽ ഇരിക്കുന്നുണ്ട്. ഞാനും എൻ്റെ കൂടെ നിന്ന നമ്മുടെ ഡോക്ടർ വിജയാംബിക ഡോക്ടർ അടുത്ത് ഞാൻ പറഞ്ഞു, ഡോക്ടർ ഇതെന്താ കപ്പയാണ് എടുത്ത് വെച്ചിരിക്കുന്നത് എന്ന് ചോദിക്കേണ്ടി വന്നു. കാരണം എനിക്ക് അറിഞ്ഞൂടായിരുന്നു. ഡോക്ടർ അതന്ന് കണ്ട് കൂടെ ചിരിച്ചു പോയി. പക്ഷേ ഡോക്ടർ പിന്നീടാണ് ഞാൻ ഇത് മനസ്സിലാക്കിയത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോഴാണ് ബ്രയോണിയുടെ റൂട്ടാണത്. നല്ല കപ്പ അരിഞ്ഞു വെച്ചിട്ട് ഉണക്കി വെച്ചിരിക്കുന്നത് പോലെയാണ് ബ്രയോണിയുടെ റൂട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. അത്രയും തിക്കാണ്. വലിയ പ്ലാന്റ് ആണ് ബ്രയോണിയ, നാം വിചാരിക്കുന്നില്ല. അതുപോലെ ഒരു നാരങ്ങയുടെ സൈസ് വരെ അതിന്റെ ഫ്രൂട്ട് വെള്ളരിക്ക പോലെ ഇങ്ങനെ ഉരുണ്ട റൗണ്ട് ഇങ്ങനെ തൂങ്ങി വരുന്നത് കാണാം, കിടക്കുന്ന കാണാം. അത് പഴുക്കുമ്പോൾ നല്ല ചുവപ്പ് നിറമാണ്. അതാണ് ബ്രയോണിയ. ഈ ബ്രയോണിയയെ കുറിച്ച് എത്രയോ സിംറ്റംസ് നമ്മൾ പഠിച്ചിരുന്ന ടീച്ചേഴ്സൊക്കെ ക്ലാസ്സിൽ ഇരുന്ന് എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട്. ബ്രയോണിയയുടെ സിംറ്റംസ് ഇപ്പോഴും അതൊന്നും ഒരു മാറ്റവും ഇല്ലാതെ തുടരുന്നു. ഏറ്റവും ചെറിയ ഡിസീസ് മുതൽ വലിയ രോഗങ്ങൾ വരെ ആർത്രൈറ്റിസിനെല്ലാം നാം എന്തുമാത്രം ബ്രയോണിയ ഉപയോഗിക്കും. അതിൻ്റെ ആ ഫ്രൂട്ട്, അതിൻ്റെ വേര് പൊടിച്ചിരിക്കുന്ന ചെറിയ വെളുത്ത പദാർത്ഥമാണ് യഥാർത്ഥത്തിലെ അതിലെ ക്രിസ്റ്റൽസ്. ഇത് ബ്രയോണിയെ പോലെയാണ് ഈ ഇതിൻ്റെ ലീഫിൽ ഞാൻ കണ്ടത്. ഈ മുകളിൽ കിടക്കുന്ന ഇത് ഹെയർ പോലെ കിടക്കുന്ന അത് ശരിക്കും അതിൻ്റെ ഒരു ഒറ്റമാണ്. ആ വല സൈഡിൽ കിടക്കുന്ന ഒരു ടിപ്പിക്കൽ ബ്രയോണിയ ക്രിസ്റ്റലാണ്. ബ്രയോണിയയിൽ പോലെ ഉള്ളതാണ്. ബ്രയോണിയ സ്പീഷീസിലാണ് ഈ വെള്ളരിക്ക വരുന്നത്. കുക്കുംബർ സ്പീഷീസാണ്. അതിൻ്റെതായി ഇപ്പോൾ ഇങ്ങനെ നാര് കുറച്ച് വലുതായിട്ട് ഒരു വലതുവശത്ത് ഇതിന്റെ നെക്സ്റ്റ് ക്രിസ്റ്റലാണ് കാണിക്കുന്നത്. അതിന്റെ ക്രിസ്റ്റൽ ഒന്ന് കാണിക്കും. നെക്സ്റ്റ് സ്ലൈഡ്. ഇതാണ് ഞാൻ പറഞ്ഞത്. ഈ ലെഫ്റ്റ് സൈഡിലെ ആ റൗണ്ട് ഇതിനകത്ത് കിടക്കുന്ന ഒരു ചെറിയ ക്രിസ്റ്റലാണ് ഞാൻ പറഞ്ഞത് ബ്രയോണിയായിട്ട് സാമ്യമുള്ളത്. താഴ്വശത്ത് ചെയിൻ പോലെ കുറച്ച് 2-3 കിടപ്പുണ്ട്. ഒത്തിരി എൻലാർജ് ചെയ്താൽ കാണാം. അത് എൻലാർജ് ചെയ്യാൻ പറ്റും ഡോക്ടർ ഒന്ന് എൻലാർജ് ചെയ്ത് കാണിക്കണം. അത് വേണ്ടതാണ്. അത് ബ്രയോണിയുടെ ഭാഗത്തും ഇത്തരത്തിലുള്ള ക്രിസ്റ്റൽസ് നമുക്ക് കാണാൻ കഴിയും. അല്ല, നമ്മളിപ്പോൾ ബ്രയോണിയ എടുത്തിട്ട് ടിഞ്ചറിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനത് കഴിഞ്ഞ പ്രാവശ്യം ക്ലാസ്സിൽ ബ്രയോണിയ ടിഞ്ചറിന്റെ ക്രിസ്റ്റൽസ് കുറച്ച് കാണിച്ചിരുന്നു എൻ്റെ പുസ്തകത്തിന്റെ പരിചയത്തിൽ. അതിൽ ഇത്തരത്തിൽ നമുക്ക് കാണാൻ കഴിയും. കുക്കുംബറിന്റെ പ്രത്യേകതയാണ് അത്. നെക്സ്റ്റ് തീർന്നു, ഇതും കൂടെ ഉള്ളെന്ന് തോന്നുന്നു. ടപ്പിയോക്കയാണ്. ടപ്പിയോക്ക ഇത് കാണിക്കാം. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ടപ്പിയോക്ക, അത് മാൻലി ഹോട്ട് യൂട്ടിലിസിമ എന്നാണ് ശരിക്കും പറഞ്ഞ ഇതിന്റെ പേര്. മാൻലി ഹോട്ട് യൂട്ടിലിസിമ ടപ്പിയോക്ക. ഇതിന്റെ ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് കിട്ടുന്ന ആകെ കിട്ടുന്ന ഒരു ട്യൂബറാണ്. ശരിക്കും പറഞ്ഞാൽ വേറെ ഒന്നും തന്നെ ഇന്ന് ഉപയോഗിക്കാൻ ഇല്ല. നമ്മുടെ നാട്ടിൽ കണ്ടമാനം ഉണ്ടായിരുന്നതാണ്. എല്ലാ നാട്ടിലും ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ ഭക്ഷ്യയോഗ്യമായിരുന്നത് ഈ വേരുകൾ നിന്നെടുക്കുന്ന മണ്ണിനടിയിൽ നിന്ന് എടുക്കുന്ന ഘടകങ്ങളായിരുന്നു എന്നുള്ളത് നാം മറക്കരുത്. അന്നേരം നമുക്ക് ഏറ്റവും കൂടുതൽ ശുദ്ധമായി കിട്ടിക്കൊണ്ടിരുന്നതും എന്താണ്? ഈ മിനറൽസ് ആണ്. അതേസമയം ഇപ്പോൾ നമുക്ക് ലഭ്യമാകാതിരിക്കുന്നതിന് കാരണവും അതാണ്. ഈ ചെറിയ സെറിയൽസ് പോലുള്ള നട്ട്സും അരി, ഗോതമ്പ് ഇതുപോലുള്ളവ ധാരാളമായിട്ട് ഉപയോഗിക്കുമ്പോൾ കിട്ടുന്നത് പറഞ്ഞാൽ ധാരാളം മിനറൽസ് അതിലുണ്ട്. പക്ഷെ അതുപോലെ തന്നെ അവയിൽ
കണ്ടമാനമായിട്ട് പെസ്റ്റിസൈഡ്സും കലർന്നു വരുന്നു. ഇവ തമ്മിൽ ബാലൻസ് ചെയ്ത് പുറന്തള്ളാനുള്ള ആ ഒരു പ്രക്രിയയിൽ നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന ലിവറിന്റെ എല്ലാം വളരെ ടോക്സിക് ആയിട്ടുള്ള സബ്സ്റ്റൻസിനെ പുറന്തള്ളാൻ വളരെ വ്യതിരിക്തമായിട്ടുള്ള വ്യത്യസ്തം എമർജൻസി തന്നെ ഉണ്ട്. എപ്പോഴും എമർജൻസി എന്ന് പറയുന്ന ഒരു സാധനം ഓൺ ചെയ്തിടാതെ ജീവിക്കാൻ പറ്റാത്തൊരു ശരീരമാണ് എന്നുള്ളത്. അതാണ് നമ്മുടെ ജീവിതത്തിൽ ഇന്ന് ഏറ്റവും പറ്റിയിരിക്കുന്ന ഏറ്റവും വലിയ ഘടകം. ശരീരത്തിൽ എമർജൻസി ഓപ്പൺ ആവുന്ന വല്ലപ്പോഴും ആയിരിക്കും. നമ്മളിപ്പോൾ അത്യാവശ്യമായിട്ട് ഒരു സിംഹത്തിനെ കണ്ടു, അല്ലെങ്കിൽ നാം ആക്സിഡന്റിൽ പെട്ടെന്ന് രീതിയിൽ എവിടെയെങ്കിലും ഒന്ന് വീഴുകയോ വലിയൊരു മലയുടെ മുകളിൽ നമുക്ക് എന്തെങ്കിലും അപകടമോ വല്ലത് കാണുന്നു, അല്ലെങ്കിൽ അതുപോലുള്ള ഒരു പ്രപഞ്ചത്തിലെ പ്രകൃതിയുമായിട്ടുള്ള എന്തെങ്കിലും കാണുമ്പോഴൊക്കെയാണ് സ്ഥിരമായിട്ടുള്ള എമർജൻസി ഓൺ ആകുന്നത്. അല്ലെങ്കിൽ വല്ലപ്പോഴും പെട്ടെന്ന് ഒരു ദിവസത്തിന്റെ പല ഭാഗങ്ങളിലും പല സമയത്തും നമുക്ക് ഒരുപാട് എമർജൻസി സെറ്റപ്പുകളുണ്ട്. ഈ എമർജൻസി സെറ്റപ്പുകളുടെ ഭാഗമായിട്ടാണ് ഈ ഇവരുടെയൊക്കെ അക്യുപഞ്ചറിന്റെയൊക്കെ വായിക്കുന്നവർക്ക് അതിന്റെ ഇത് വരുന്നത്. അപ്പൊ അത്തരത്തിലുള്ള എമർജൻസി പോയിന്റ്സ് എല്ലാം സദാ ഓണായി കിടക്കുന്ന ഒരു സമയമാണ് ഇപ്പോഴും. അതുകൊണ്ടാണ് നമുക്ക് അതായത് ഇപ്പോൾ ഞാൻ വേറൊരു കാര്യം കണ്ടിട്ടുള്ളത്, 33 വയസ്സ് എന്ന് പറയുന്നത് 120ന്റെ 4/1 ആ 3/12. ആ 33 മരിക്കുന്ന ഏജ് കൊണ്ട് അവസാനിപ്പിക്കുന്ന വലിയ വലിയ മഹാന്മാരായിട്ടുള്ള അനേകം പേരുണ്ട്. എന്തുകൊണ്ടാണ്? അവരുടെ എനർജി സ്റ്റേറ്റ് ഓഫ് ദ ലിവിങ് എന്ന് പറയുന്നത് വളരെ ഹയ്യർ പൊട്ടൻഷ്യൽ. അവർ എനർജി കണ്ടമാനമായിട്ട് ഉപയോഗിച്ച് കുറച്ച് സമയത്തിനുള്ളിൽ അവരുടെ ബാറ്ററി വീക്ക് ആവുന്നു എന്നുള്ളതാണ്. അതേ തന്നെയാണ് ഐസിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയാനുള്ളത്. നമ്മൾ റീചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്നിടത്തോളം നോ പ്രോബ്ലം. റീചാർജ് ചെയ്യാനുള്ള പദ്ധതികൾ ഈ മൈക്രോ എലമെന്റ്സിൽ നിന്നാണ് എന്നാണ് വീണ്ടും എനിക്ക് ഒന്നുകൂടി പറയാനുള്ളത്. വൈറ്റമിൻസും മൈക്രോ എലമെന്റ്സും വളരെ മൈക്രോ ആയിട്ടുള്ള പദാർത്ഥങ്ങളാണ്. ഹയറായിട്ട് ഫുഡ് കഴിക്കുന്നതുകൊണ്ട് വേസ്റ്റ് അടിയാം, അവ പുറന്തള്ളാൻ വേണ്ടി കൂടുതൽ എനർജി വേണ്ടി വരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതിലെ ക്രിസ്റ്റൽസ് ഒന്ന് കാണിക്കാമോളൂ ഡോക്ടറെ. അപ്പൊ ഇതിലെ വളരെ പാടായിരുന്നു. എന്നാലും നമുക്ക് ഈ കപ്പയുടെ തൊലിയിൽ നിന്ന് അകത്ത് വശത്ത് കുറച്ച് ഭാഗം മാത്രം എടുത്തിട്ട് ചെയ്തിട്ടുള്ള ഒരു സ്റ്റഡിയാണിത്. അങ്ങനെയാണ് ഈ ക്രിസ്റ്റൽസ് കാണാൻ കഴിഞ്ഞത്. ഇതില് കുറച്ച് ഷൂ പോലെ ഒരു 2 കിടപ്പുണ്ട്, ഇവിടെ കിടപ്പുണ്ട്, ഷൂ പോലെ കിടപ്പുണ്ട്. 2-3 ബ്ലാക്ക് ആണ്, നല്ല ബ്ലാക്ക് ആണ്. അത് ഈ പോയിസണസ് ആയിട്ടുള്ള സൈനൈഡിന്റെ പോർഷനാണെന്ന് എനിക്ക് വേറെ ചില കാര്യങ്ങൾ കൊണ്ട് സംശയമുണ്ട്. അപ്പൊ ഈ ഏറ്റവും കൂടുതൽ ഇതിന്റെ ലീഫ് സ്റ്റഡി ചെയ്തിട്ടുണ്ട്, കപ്പയും സ്റ്റഡി ചെയ്തിട്ടുണ്ട്. ലീഫിൽ ഏറ്റവും കൂടുതൽ ഉള്ള ഒരു വിഷമാണ് സയനൈഡ്. നല്ല രീതിയിൽ സയനൈഡ് ഉള്ള ഒരു ഇലയാണ് മരച്ചീനി. കപ്പയിൽ ഒരു ചെറിയ പോർഷൻ സയനൈഡ് ഉണ്ട്. നമ്മൾ നന്നായിട്ട് വേവിക്കുമ്പോൾ ശ്രദ്ധിച്ച് ഇതിന്റെ കളയൊക്കെ കളഞ്ഞാണ് നാം ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഈ പാദം പോലെ കിടക്കുന്ന ഈ ബ്ലാക്ക് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അത് അങ്ങനെ തന്നെ കാണുന്നതാണ്. അതൊരു ക്രിസ്റ്റലാണ്. അതൊരു ഡൈലൂവൻ്റ് ആയിട്ടുള്ള, അതായത് ഇങ്ങനെ നമ്മൾ ഒത്തിരി വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഷേപ്പ് അങ്ങ് പോയിട്ട് കുറേ നേരം കഴിഞ്ഞ് പറ്റുമെങ്കിൽ അത് ഈ ഗ്ലാസി ആയിട്ടും ട്രാൻസ്പാരൻ്റ് ആയിട്ടും ആംഗിൾ വ്യക്തമായിട്ടുമുള്ള ക്രിസ്റ്റൽസ് മാത്രമാണ് വേഗം തിരിച്ചു വരുന്നത് ഉണങ്ങി വരുമ്പോൾ. അത് നമ്മൾ വെള്ളത്തിന് ഒഴിച്ചാൽ അലിഞ്ഞു പോകും. വീണ്ടും കുറച്ചുകൂടെ ഡ്രൈ ആയിട്ട് അറ്റ്മോസ്ഫിയർ ആ വാട്ടറിൻ്റെ പോർഷൻ പോകാനുള്ള സമയം കൊടുത്താൽ അത് വീണ്ടും റീജീവനേറ്റ് ചെയ്ത് അല്ലെങ്കിൽ റീക്രിയേറ്റ് ചെയ്ത് വരും ക്രിസ്റ്റൽസ്. പക്ഷെ ഇതൊന്നും അത്ര വേഗം വരില്ല, കാരണം കുറച്ച് അമോർഫസ് ആണ്, അതായത് ക്രിസ്റ്റലൈൻ അല്ല. ആണ് ക്രിസ്റ്റൽസിന്റെ സ്റ്റഡീസിനെ പറ്റി കൂടുതലായിട്ടും സ്റ്റഡി ചെയ്യേണ്ടതാണെന്ന് ഞാൻ പറയുന്നത്. നമുക്ക് മറ്റു പദാർത്ഥങ്ങളിലും ഔഷധ സസ്യങ്ങളിലുള്ളത് ഞാൻ പറഞ്ഞിരുന്നു. ഇത് അതേപോലെ തന്നെ ഈ ലീഫിൽ കാണുന്ന കുറച്ച് ക്രിസ്റ്റൽസ് ആണ്. ഈ ക്രിസ്റ്റൽസിന്റെ ഭാഗത്തിൽ വരുന്ന കപ്പയുടെ തന്നെ ലീഫിൽ കാണുന്നതാണ്. ഈ ക്ലാസിന്റെ സ്ലൈഡ് ഇവിടെ വെച്ച് തീരെയാണ്. നമുക്ക് വേണമെങ്കിൽ മുമ്പോട്ട് കുറച്ച് എടുക്കാൻ പറ്റുമെങ്കിൽ ഡ്രം സ്റ്റിക്കിന്റെ ഒരു പോർഷൻ ഉണ്ട് ഇതിനകത്ത്. ഡോക്ടറെ, ഈ ഡ്രം സ്റ്റിക്കിന്റെ ഒരു വർഷം മുകളിലുണ്ട്, അത് വേണമെങ്കിൽ എടുക്കാം. കുറച്ച് മുമ്പോട്ട് വന്നാൽ ഡ്രം സ്റ്റിക്ക് എന്ന് പറയുന്നത് കണ്ടോ. ഈ ഡ്രം സ്റ്റിക്ക് എന്ന് പറയുന്ന കാൽസ്യവും 30 മില്ലിഗ്രാമും ഫോസ്ഫറസ് ഞാൻ മുമ്പ് ക്ലാസ് എടുത്തതാണ്, എന്നാലും ഒന്നുകൂടി ഇത് പറയാം. 30 മില്ലിഗ്രാം കാൽസ്യവും ഫോസ്ഫറസ് 110ഉം അയൺ 5.3 മില്ലിഗ്രാം, വൈറ്റമിൻ സി 120 ഉണ്ട്. വൈറ്റമിൻ സിയും അയണും നന്നായിട്ടുള്ള ഏറ്റവും 5 മില്ലിഗ്രാം എന്ന് പറയുന്നത് മുരിങ്ങയിലേക്കായിലുള്ള മില്ലിഗ്രാം എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. സാധാരണ പച്ചക്കറികളിൽ നിന്നും വളരെ ഹൈ ആണ്. 1.5ഉം 2നും അപ്പുറത്തോട്ട് മറ്റൊന്നും പോകുന്നില്ല, ചീര പോലും, അമരാന്തസ്. പക്ഷെ ഇത് കണ്ടോ, 5 ഏറ്റവും കൂടുതലുള്ള ഒരു ഭാഗം ഒരു പച്ചക്കറിയാണ് നമ്മുടെ ഈ മുരിങ്ങക്ക. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത്. അതിന്റെ ലീവ്സിൽ അതേസമയം 440 മില്ലിഗ്രാം വരെ കാൽസ്യം ഉണ്ട്. ലീവ്സിലും ഫ്രൂട്ടിലും 30 മില്ലിഗ്രാം വരുമ്പോൾ ലീവ്സിൽ 440 വരെ ഉണ്ട്. പിന്നെ ഫോസ്ഫറസ് 70, അയൺ 7. അയണും നല്ല ലീഫിൽ 7 മില്ലിഗ്രാം വരെ 100 മില്ലിഗ്രാം ഈ ലീഫ് നമ്മൾ എടുത്താൽ, ഒരു പിടി മല്ലി ഇല എടുത്താൽ അതിന് ഉണ്ട്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന്റെ ലീഫ്
ടോണിക്കായിട്ട് മിൽക്കുമായിട്ട് ചേർത്ത് അരച്ച് പൊടിച്ച് മിക്സിയിലിട്ട് അടിച്ചിട്ട് ഇതിൻ്റെ ലീഫിനെ നമുക്ക് മിൽക്കുമായിട്ട് ചേർത്ത് കഴിക്കാവുന്നതാണ്. പിന്നെ പ്രഗ്നൻസിയും ലാക്ടേഷനിലും ലീഫ് ബോയിൽഡ് വിത്ത് ഗീ നെയ്യുമായി ചേർത്ത് കഴിക്കാവുന്നതാണ്. നല്ല നെയ്യിൽ വറുത്ത് കഴിക്കാം ലീഫ്. വളരെ നല്ല ഒരു ഫുഡാണ് പ്രഗ്നൻസിയിൽ. റെസ്പിറേറ്ററിയിൽ ഇതിനെ സൂപ്പായിട്ട് ഉപയോഗിക്കാം. റെസ്പിറേറ്ററി കംപ്ലൈൻസ്, ശ്വാസകോശ സംബന്ധം. ഇനി ഇൻഫെക്ഷൻസ് ആയിട്ടുള്ള രോഗങ്ങളിൽ ലീവ്സും ഫ്ലവറും ഡ്രംസ്റ്റിക്കും നല്ല രീതിയിൽ നമുക്ക് മൂന്നും ഉപയോഗിക്കാവുന്നതാണ്. സെക്ഷുവലായിട്ട് ഇതിൻ്റെ ഫ്ലവർ ഈ മുരിങ്ങയുടെ ഫ്ലവർ മിൽക്കുമായി ചേർത്ത് അല്ലെങ്കിൽ പൗഡർ ഓഫ് ഡ്രൈഡ് ബാർക്ക് 120 മില്ലിഗ്രാം പൗഡർ മിൽക്കുമായിട്ട് ചേർന്ന് 600 ml ആക്കിയിട്ട് അതിനെ 30 ml ആക്കി വറ്റിച്ച് ഹണിയുമായിട്ട് ചേർത്ത് 3 നേരം കഴിച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഇത് നല്ലതാണ്. സെക്ഷലായിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു മരുന്നായിട്ടാണ് പറയുന്നത്. മുരിങ്ങയുടെ ബാർക്കിനുള്ള ഉപയോഗമാണ്. അത് 120 ഗ്രാം എടുത്തിട്ട് പൗഡർ 600 മില്ലി മിൽക്കിനെ 30 ml ആയിട്ട് തിളപ്പിച്ച് ചുരുക്കിയിട്ട് അതിൽ തേൻ ചേർത്ത് കഴിക്കാവുന്നതാണ് 1 നേരം. പിന്നെ ഡൈജസ്റ്റീവ് പ്രോബ്ലംസിൽ കോളറ, ഡിസെൻട്രി, കോളൈറ്റിസ് ഇതിനൊക്കെ ഇത് ലീഫ് ജ്യൂസ് കഴിക്കുന്നത് നല്ലതാണ്. ഹണിയുമായിട്ട് ചേർത്താണ് അല്ലെങ്കിൽ ടെൻഡർ കോക്കനട്ടുമായിട്ട് ചേർത്ത് നമുക്ക് കഴിക്കാം. യൂറിനറി ഇൻഫെക്ഷന് വേണ്ടിയും മുരിങ്ങ ഉപയോഗിക്കാം. ലീഫ് ജ്യൂസ് ക്യാരറ്റ് ജ്യൂസുമായിട്ട് ചേർത്ത് കഴിക്കാം. ടെമ്പറേച്ചർ ഇനി അടുത്തത് എന്താണ് ബ്യൂട്ടി എയ്ഡായിട്ട് മുരിങ്ങയുടെ ലീഫ് ഉപയോഗിക്കുന്നത്? ജ്യൂസ് ഉപയോഗിക്കുന്നത് ലെമൺ ജ്യൂസുമായിട്ട് ചേർത്ത് കഴിക്കുന്നത് നല്ലതാണ്. ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് ഇങ്ങനെ ലെമൺ ജ്യൂസുമായിട്ട് ചേർത്ത് ചെയ്യുന്നുണ്ട്. ബ്ലാക്ക് ഹെഡിനും പിമ്പിൾസിനും ഒക്കെ മുരിങ്ങയുടേത് ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത് ഇതിൽ തന്നെ നമുക്ക് ഒരു ഗാർലിക് ഉണ്ട്. അതിനെ എടുത്താൽ അതിനെ കുറച്ച് സമയം കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്താം. ഈ ഗാർലിക് കൂടി പറഞ്ഞിട്ട് ഇതിൽ ഉണ്ടോ എന്തോ മുകളിലേക്ക് വന്നാൽ ഗാർലിക് ഇതിലില്ലാന്ന് തോന്നുന്നു ഡോക്ടറെ. ശരി, എന്തായാലും ഈ അമരാന്തസ് എടുക്കാം. ചീരയുടെ ഭാഗം എടുക്കാം. അമരാന്തസ് ഡ്രംസ്റ്റിക് ലീഫ് വെജിറ്റബിൾസിൽ നമ്മൾ സാധാരണ ഇപ്പോഴും നാം ഉപയോഗിക്കുന്ന ഏകമായിട്ടുള്ളത് വളരെ കുറവാണ്. ലീഫി വെജിറ്റബിൾസ് നമ്മളിപ്പോൾ ഉപയോഗിക്കാറില്ല. എന്നാലും എല്ലായ്പ്പോഴും നമുക്ക് പ്രധാനമായിട്ട് കിട്ടാൻ സാധ്യതയുള്ള ഒരു നല്ല വെജിറ്റബിളാണ് ഈ അമര. അയണിന്റെ പ്രത്യേകതയുണ്ട്. പിന്നെ വേറെ ഇതിനകത്ത് കുറച്ച് സ്ലൈഡ്സ് വേറെ ഉണ്ട്. ഈ ക്യാബേജ് ഒക്കെ ഉണ്ട്. ക്യാബേജ് ഇതിനകത്ത് ഉണ്ടോ എന്നറിയില്ല, മറ്റേ സ്ലൈഡിലാണെന്ന് തോന്നുന്നു. ക്യാരറ്റ് ഉണ്ട്. ക്യാരറ്റ് എടുക്കാം. ക്യാബേജ് എടുത്തു. ക്യാരറ്റില് കാൽസ്യം എന്ന് പറയുന്നത് 80 മില്ലിഗ്രാം കാൽസ്യം ഉണ്ട്. ഫോസ്ഫറസ് 530 മില്ലിഗ്രാം ഉണ്ട് ഫോസ്ഫറസ്. അപ്പൊ ഇതില് ഈ ക്യാരറ്റ് നമ്മുടെ നാട്ടിൽ അവിടെ ഒക്കെ പോയി കഴിഞ്ഞാൽ ഈ വെറും തണുത്ത പ്രദേശങ്ങളിൽ കൃഷിക്കാർ കണ്ടമാനമായിട്ട് ക്യാരറ്റ് മാത്രം രാവിലെ കഴിക്കുന്നു. ഉച്ചയ്ക്കും ഒരു പക്ഷേ അത് മാത്രം കഴിക്കാറുണ്ട്. ഒന്ന് വെറുതെ അടുത്തുനിന്ന് ഇരിക്കുന്നപ്പോഴത് ഒന്ന് കഴുകിയിട്ട് അത് കഴിക്കുന്നുണ്ട്. ധാരാളമായിട്ട് ക്യാരറ്റ് മാത്രം കഴിക്കാമെന്നുള്ളൊരു കൂട്ടാണ്. പൊട്ടറ്റോസും ഒരു ഏറെക്കുറെ സന്തുലിതമായിട്ടുള്ളൊരു സാധനം എന്നാണ് പറയുന്നത്. പൊട്ടറ്റോയിൽ ജ്യൂസും പൊട്ടറ്റോക്കും സ്ലൈസും ഒക്കെ ആയിട്ട് മാത്രം ഭക്ഷിച്ച് കഴിക്കുന്നവരുണ്ട്. വേറെ ഒന്നും കഴിക്കാൻ റൈസോ അപ്പമോ അല്ലെങ്കിൽ ഗോതമ്പിൻ്റെ പൊട്ടോ ഒന്നും തന്നെ കഴിക്കുന്നതായിട്ട് കാണുന്നില്ല. ഇപ്പൊ വലിയ റഷ്യ പോലുള്ള രാജ്യങ്ങളിൽ ചിലപ്പോൾ പൊട്ടറ്റോസ് മാത്രമാണ് അവസാനം കിട്ടുന്നത്. അപ്പോൾ പൊട്ടറ്റോസ് മാത്രം കഴിക്കും. അതുപോലെ തന്നെ ക്യാരറ്റ് കഴിച്ച് കഴിയാൻ കഴിയും. ഈ ക്യാരറ്റില് 80 മില്ലിഗ്രാം കാൽസ്യം, 530 മില്ലിഗ്രാം ഫോസ്ഫറസ്, 2.2 മില്ലിഗ്രാം അയൺ ഉണ്ട്. വൈറ്റമിൻസിന്റെ നല്ലൊരു കലവറയാണ് ഇത്. 3 മില്ലിഗ്രാം തന്നെ വൈറ്റമിൻ സി ഉണ്ട്. അപ്പോൾ പച്ചയ്ക്ക് തന്നെ നമുക്ക് ഭക്ഷണം പാചകം ചെയ്യാതെ ധാരാളമായിട്ട് കഴിക്കുക. ഇതിന്റെ കരോട്ടിനാണ് ഇതിനെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത്. ധാരാളം കരോട്ടിനുണ്ട്. കളർ മുഴുവൻ കരോട്ടിനാണ്. ഈ ബീറ്റാ കരോട്ടിൻ എന്ന് പറയുന്ന ഈ സാധനം വൈറ്റമിൻ എയുടെ ഒരു റെപ്ലിക്കൻ്റ് ആണ്. അപ്പോൾ റെപ്ലിക്കേഷൻ, അപ്പോൾ അത് ഡ്യൂപ്ലിക്കൻ്റ് ആണ്. ഇത് നമുക്ക് ശരീരത്തിൽ വെച്ച് വൈറ്റമിൻ എ ആയിട്ട് കൺവേർട്ട് ചെയ്ത് നമുക്ക് ധാരാളമായിട്ട് വൈറ്റമിൻ എ കിട്ടുന്നതുകൊണ്ട് കണ്ണിനെ നല്ല സംരക്ഷിക്കും. തണുപ്പ് പ്രദേശങ്ങളിൽ നല്ല ഐ സൈറ്റ് നമുക്ക് കിട്ടുന്ന ഒന്നാണ്. ഇതിന് കോൺസ്റ്റിപ്പേഷൻ, ഡയറിയ, ത്രെഡ് വേമിനെ നീക്കം ചെയ്യും. ഇതിന്റെ മണം, ഇതിന്റെ ലീഫിന്റെയും ഈ ക്യാരറ്റിന്റെ മണം ത്രെഡ് വേംസ് വയറ്റിൽ നിന്ന്
പോകുന്നതിന് സഹായിക്കും. ത്രെഡ് വർക്ക്സ് സ്റ്റെറിലിറ്റിക്കും ഈ ഇത് നല്ലതായിട്ട് ഉപയോഗിക്കും. ക്യാരറ്റ്. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് ഇവിടെ വെച്ച് ക്ലാസ് നമ്മുടെ അരമണിക്കൂർ 5 മിനിറ്റ് അല്ലേ ഉള്ളൂ. അപ്പൊ ഞാൻ ക്ലാസ് ക്യാബേജ് കൂടി പറഞ്ഞിട്ട് നിർത്താം. ക്യാബേജ് എടുക്കുകയാണെങ്കിൽ ക്യാബേജ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എടുത്തതാണ്. ക്യാബേജിന്റെ പ്രത്യേകത ഇതിന്റെ ലീഫിന്റെ പോൾട്ടീസ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്, ലിഗ്മെന്റ്സ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. വ്രണങ്ങൾക്കൊക്കെ വളരെ ഇൻഫെക്റ്റീവ് ആയിട്ടുള്ള ഒരു സാധനമാണ്. ഇതിനകത്ത് കുറച്ച് മെർക്കുറി എല്ലാം ഉണ്ട്, എന്നാലും വേണ്ടില്ല. സാധാരണ അളവിൽ നോർമലായിട്ടും കുറച്ച് മെർക്കുറി ഉള്ള സാധനമാണ്. എന്നാലും ക്യാബേജ് അധികം കഴിക്കരുതെങ്കിലും നമ്മൾ സ്ലൈസിലും പച്ചക്കറികളിലൊക്കെ നമുക്ക് പച്ചയായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ലീഫാണ്. അധികമായിട്ട് കഴിക്കുന്നത് കൊണ്ട് ദോഷമുണ്ട് ക്യാബേജ്. ക്യാബേജിൽ 39 മില്ലിഗ്രാം കാൽസ്യവും 44 മില്ലിഗ്രാം ഫോസ്ഫറസും 0.8 മില്ലിഗ്രാം അയണും 124 മില്ലിഗ്രാം വൈറ്റമിൻ സി ഉണ്ട്. അതാണ് ഇതിന്റെ പ്രത്യേകത. നല്ല അളവിൽ വൈറ്റമിൻ സി ക്യാരറ്റിനേക്കാളും ഉണ്ട്. അപ്പൊ അതാണ് ഈ ക്യാബേജിന്റെ പ്രത്യേകത. കോൺസ്റ്റിപ്പേഷൻ, സ്റ്റൊമക് അൾസേഴ്സ്, ഒബിസിറ്റിക്ക് ക്യാബേജിന്റെ സാലഡ് സ്ഥിരം കഴിക്കുന്നതുകൊണ്ട് കുറയും എന്ന് പറയുന്നുണ്ട് ഒബിസിറ്റി. ഇനി ഏജിങ്ങിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് ഏറ്റവും നല്ല ഒരു വെജിറ്റബിൾ പറയുന്നത് ഈ ക്യാബേജാണ്. നമ്മുടെ ഏജിങ് റെഡ്യൂസ് ചെയ്യുന്നത്. എങ്ങനെയാണെന്ന് വെച്ചാൽ ബ്ലഡ് വെസൽസിലും മറ്റുമൊക്കെ ഉണ്ടാകുന്ന തിക്നെസ്സിനെ കുറച്ചിട്ട് ബ്ലഡ് വെസലിനെ സൂത്തിങ് എഫക്റ്റ് ആക്കുന്നതിന് ക്യാബേജിന് കഴിയും. ക്യാബേജ് ധാരാളം കഴിക്കണം. ആദ്യകാലങ്ങളിൽ ചില ആൾക്കാർക്ക് ക്യാബേജ് കഴിക്കുമ്പോൾ പ്രയാസമുള്ളവരുണ്ട്. അവർ ക്യാബേജ് മസ്റ്റായിട്ടും കഴിക്കണം. ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട്. ഈ ക്യാബേജ് ആദ്യം വേണ്ടാന്ന് വരികയാണെങ്കിൽ കഴിച്ചു നോക്കുമ്പോൾ അറിയും ക്യാബേജ് ആർക്കെങ്കിലും ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ. നമ്മുടെ ഒരുപാട് മെഡിസിൻസ് ഉണ്ട് ക്യാബേജിനെ ഡിസഗ്രി ചെയ്യുന്നത്. പക്ഷേ ക്യാബേജ് വേണ്ടാന്ന് പറഞ്ഞാൽ അവർ ക്യാബേജ് മസ്റ്റായിട്ടും കഴിക്കണം. ക്യാബേജ് കഴിച്ച് റെഡിയായി വരുമ്പോഴാണ് മനസ്സിലാകുന്നത്. കാരണം ബ്ലഡ് വെസൽസിലുള്ള ഉണ്ടായി വരുന്ന ആ ഒരു ചേഞ്ചസ് വളരെ വലിയ ഡിസേഴ്സിനെ അവേഴ്സിനെയൊക്കെ തന്നെയാണ് വരുന്നത്. നാക്ക് എല്ലാം നാം എപ്പോഴും ശ്രദ്ധിക്കുന്നത്. നാക്കിലൂടെ അല്ലാതെ നമ്മുടെ ഒന്നുമില്ല. അതെല്ലാമാണ് നമ്മൾ അത് മനസ്സിലാക്കാറുള്ളത്. ടേസ്റ്റ് ആയിരുന്നാലും ശരി, ഭക്ഷണം ആയിരുന്നാലും ശരി, ടേസ്റ്റും സെക്രീഷനും ഒക്കെ. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. പിന്നെ ബിറ്റർ ഗ്രൗണ്ട് ഉണ്ട്. ബിറ്റർ ഗ്രൗണ്ട് എന്ന് പറയുന്ന കയ്പ അല്ലെങ്കിൽ പാവയ്ക്ക, അതൊക്കെ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സുകളിലെല്ലാം ഞാൻ പറഞ്ഞതാണ്. പാവയ്ക്ക, പപ്പയ്ക്ക ഉണ്ട്. ഈ ബിറ്റർ ഗ്രൗണ്ടിന് പ്രധാനമായിട്ടും ഇതേപോലെ തന്നെ നമ്മുടെ കാൽസ്യം 20 ഉണ്ട്. വൈറ്റമിൻ സി 88 വരെ ഉണ്ട്. ബട്ടർ മിൽക്കുമായിട്ട് ചേർത്ത് കഴിച്ചാൽ പൈൽസിന് ഈ ബിറ്റർ ഗ്രൗണ്ടിന്റെ നന്നായിട്ട് പറയുന്നുണ്ട്. അതുപോലെ ബ്ലഡ് ബോയ്സ്, സ്കാബീസ്, സോറിയാസിസ്, റിംഗ്വോം, ഇതിനൊക്കെ ഇതിന്റെ ജ്യൂസ് ലൈം ജ്യൂസുമായിട്ട് ചേർന്ന് പുരട്ടുന്നുണ്ട്. ലെപ്രസിക്ക് വരെ ഈ ബിറ്റർ ഗ്രൗണ്ട് അല്ലെങ്കിൽ പാവയ്ക്കയുടെ ലീഫ് നമ്മൾ ഉപയോഗിക്കുന്നതായിട്ട് പറയുന്നുണ്ട്. ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഇതല്ല ബിറ്റർ ഗ്രൗണ്ട്, പാവയ്ക്ക കുറച്ച് പാവയ്ക്ക. അപ്പോൾ ഞാൻ എന്തായാലും ഈ ക്ലാസ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. ഗാർലിക് ഉണ്ട്. ഗാർലിക് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെഡിസിനാണ്. അലൈൽ സൾഫൈഡ് എന്ന് പറയുന്ന ഭാഗം ഈ ഗാർലിക്കിലുണ്ട്. അലൈൽ കോമ്പൗണ്ട്സിനെ പറ്റി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞു. സമയം വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. നമുക്ക് ക്ലാസ് സമയം 2 മിനിറ്റേ ഉള്ളൂ സാർ. ശരി, എന്നാൽ ഞാനപ്പോ ഈ ക്ലാസ് ഇവിടെ വെച്ച് കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ. എന്തായാലും ഒരുപാട് ഇൻഫർമേഷൻസ് ആണ്, നമുക്ക് പ്രതീക്ഷിക്കാത്ത ഇൻഫർമേഷൻ ആണ് ഈ വെജിറ്റബിൾസ്, അതിന്റെ ക്രിസ്റ്റലുകളും അവയുടെ മെഡിസിനൽ സാധ്യതകളും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാൻ കഴിഞ്ഞു. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. നല്ല ക്ലാസ് എടുത്ത സാറിന് നന്ദി പറയുന്നതിന് വേണ്ടി മറിയാമ്മ ഡോക്ടറെ ക്ഷണിക്കുന്നു. നന്ദി ശൈല ഡോക്ടറെ. പതിവ് പോലെ ഡോക്ടറുടെ ക്ലാസ്സിൽ ഏതെങ്കിലും ഒരു റോള് എനിക്ക് കാണും. പതിവ് പോലെ തന്നെ വളരെ നല്ല ഒരു ക്ലാസ്. നമ്മൾ ആരും ചിന്തിക്കാത്ത എത്രയോ വലിയ ഗുണങ്ങളാണ് ഓരോ പച്ചക്കറിയെക്കുറിച്ചും ഡോക്ടർ നമ്മളോട് പറഞ്ഞു തന്നത്. അത്രയും നല്ലൊരു അറിവാണ് ഡോക്ടറിൽ നമുക്ക് ഓരോ ദിവസവും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെയുള്ള നല്ല ക്ലാസ്സുകൾ നൽകുന്ന മഷൂർ ഡോക്ടർക്ക് ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുകയാണ്. വീണ്ടും ബാക്കി ക്ലാസ്സുമായിട്ട് എത്തണമെന്ന് അപേക്ഷിക്കുന്നു. നന്ദി മറിയാമ്മ ഡോക്ടറെ. എന്തായാലും നല്ലൊരു ക്ലാസ് ആണ് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞത്. വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി ഇന്നത്തെ മലയാളം സെഷൻ. നമുക്ക് നിങ്ങളെല്ലാവരും ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്, സെപ്റ്റംബർ 28-നുള്ള പ്രോഗ്രാമിന് രജിസ്റ്റർ ചെയ്യാത്തവർ എത്രയും വേഗം രജിസ്റ്റർ ചെയ്യണമെന്നുള്ള റിക്വസ്റ്റോട് കൂടി ഇന്നത്തെ മലയാളം സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമസ്കാരം.